നിങ്ങളെല്ലാവരും യഹോവയാൽ അനുഗ്രഹിക്കപ്പെട്ടവരാണ്. നിങ്ങളെല്ലാവരെയും വളരെ സന്തോഷത്തോടെ ഞാൻ വന്ദനം ചെയ്യുന്നു. ഞാൻ ഈ മീറ്റിംഗിൽ സംബന്ധിപ്പാൻ ഒത്തിരി താല്പര്യത്തോടെയാണ്, തിടുക്കത്തോടെയാണ് ഇരുന്നത്. ഈ പകലെല്ലാം അത്യാവശ്യ തിരക്കുകൾ ഉണ്ടായിരുന്നു. മറ്റൊരു സ്ഥലത്ത് നിന്നും ഞാൻ ഈ മീറ്റിംഗിൽ സംബന്ധിക്കുവാൻ ഓടി വരികയായിരുന്നു. ഇവിടെ വന്നപ്പോൾ എൻ്റെ ഈ വൈഫൈ അത് തകരാറിലായി, നെറ്റ് കണക്റ്റ് ആവുന്നില്ല. ആകെ ഞാൻ പേടിച്ചിരിക്കുകയാണ്. ഫോണിന്റെ നെറ്റിലൂടെയാണ് ഞാനിപ്പോൾ ഈ ശുശ്രൂഷയിൽ അറ്റൻഡ് ചെയ്യുന്നത്. ഇടയ്ക്ക് ടെക്നിക്കൽ ഇറർ ഒന്നും ഉണ്ടാകാതിരിക്കാൻ നിങ്ങൾ വിശേഷിച്ച് പ്രാർത്ഥിക്കുക. നമുക്ക് ഇത് സൂം പ്ലാറ്റ്ഫോമിലൂടെയുള്ള മീറ്റിംഗ് ആണ്. അതുകൊണ്ട് നമുക്ക് ലിമിറ്റേഷന് ഒരുപാടുണ്ട്. അതുകൊണ്ട് ഞാൻ ആമുഖങ്ങളിലേക്കൊന്നും അധികം കടക്കുന്നില്ല. ദൈവവചനത്തിൽ നിന്നും ചില കാര്യങ്ങൾ നിങ്ങളെ ശാന്തമായിട്ട് പ്രബോധിപ്പിച്ച് ദൈവം തരുന്ന ചിന്തകളും ആലോചനകളും ഒക്കെ കൈമാറി എനിക്ക് തന്ന സമയത്തിനകത്ത് തന്നെ വേഗം വിരമിപ്പാനാണ് ഞാൻ കർത്താവില് ശരണപ്പെടുന്നത്. നിങ്ങളെല്ലാവരും സുഖമായി ശുഭമായിരിക്കുന്നുവെന്ന് കരുതുന്നു. കൊരിന്ത്യർക്ക് എഴുതിയ ഒന്നാമത്തെ ലേഖനം 1-ാം അധ്യായം അതിൻ്റെ 9-ാമത്തെ വചനം ഞാൻ നിങ്ങളെ ഒന്ന് വായിച്ച് കേൾപ്പിക്കാം. വേദപുസ്തകം നിങ്ങളുടെ കയ്യിലുണ്ടല്ലോ. കൊരിന്ത്യർക്ക് എഴുതിയ 1-ാമത്തെ ലേഖനം എടുക്കാം. അതിൻ്റെ 1-ാമത്തെ അധ്യായം 9-ാമത്തെ വചനം ഞാനൊന്ന് വായിക്കാം. ഓക്കെ, എന്നോട് ചേർന്ന് നിങ്ങൾ ആ വചനം വായിക്കുക. നമ്മുടെ കർത്താവും തൻ്റെ പുത്രനും നമ്മുടെ കർത്താവുമായ യേശു ക്രിസ്തുവിന്റെ കൂട്ടായ്മയിലേക്ക് നിങ്ങളെ വിളിച്ചിരിക്കുന്ന ദൈവം വിശ്വസ്തൻ. അന്നോടെ വായിക്കുന്നു, നമ്മുടെ തൻ്റെ പുത്രനും നമ്മുടെ കർത്താവുമായ യേശു ക്രിസ്തുവിന്റെ കൂട്ടായ്മയിലേക്ക് നിങ്ങളെ വിളിച്ചിരിക്കുന്ന ദൈവം വിശ്വസ്തൻ. ഒരു വാക്ക് നമുക്ക് പ്രാർത്ഥിക്കാം. ജീവന്റെ അപ്പമായ ഞങ്ങളുടെ സ്വർഗസ്ഥ പിതാവേ, ആകാശം ഒഴിഞ്ഞു പോയാലും ഭൂമി ഇല്ലാതായാലും മാറ്റമില്ലാത്ത ദൈവത്തിന്റെ നിസ്തുല്യ വചനങ്ങൾക്കായി സ്തോത്രം. ഇന്ന് രാത്രിയിലെ അല്പനിമിഷത്തെ ധ്യാനത്തിനായി ഞങ്ങൾ വായിച്ച ഈ തിരുവെഴുത്തിനെ അവിടുത്തെ ആണിപ്പഴുതേറ്റ കരത്തിൽ തരുമ്പോൾ കർത്താവേ, ഞങ്ങളെല്ലാവരും മനസ്സിലാക്കത്തക്ക ക്രമത്തിൽ, ഞങ്ങളുടെ ഹൃദയത്തിലേക്ക് ആഴമായി പതിയത്തക്ക ക്രമത്തിൽ ഈ തിരുവെഴുത്തിന്റെ പൊരുളുകൾ ഇന്ന് രാത്രി ഞങ്ങൾക്ക് തിരിച്ചു തരുവാൻ പരിശുദ്ധാത്മാവ് തന്നെ തുണ നിൽക്കണമേ. ബലഹീനനായ അടിയന്റെ നാവിനെ ശക്തീകരിക്കണമേ, ലാവണ്യം പകരണമേ. നാവിനെ സമർത്ഥകനായ ലേഖകന്റെ എഴുത്തുപോലാക്കണം. ഈ പ്ലാറ്റ്ഫോമില് വളരെ പ്രതീക്ഷയോടെ പ്രാർത്ഥനയോടെ സംബന്ധിക്കുന്ന എല്ലാ മക്കളെയും അങ്ങയുടെ കരങ്ങളിൽ സമർപ്പിക്കുന്നു. അവരോടെല്ലാം തിരുവെഴുത്തിലൂടെ ഈ രാത്രി അങ്ങ് ഹൃദ്യമായി ഇടപെടണം. യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ. കൈകൾ ഉയർത്തി ഒന്നുകൂടെ കർത്താവിനെ ഒന്ന് മഹത്വപ്പെടുത്താമല്ലോ. ആമേൻ. എല്ലാവരെയും കർത്താവ് അനുഗ്രഹിക്കട്ടെ. വിശുദ്ധ പൗലോസ്ലീഹ കൊരിന്ത്യർക്ക് എഴുതിയ 1-ാമത്തെ ലേഖനം 1-ാം അധ്യായത്തിന്റെ 9-ാമത്തെ തിരുവചനമാണ് ഈ രാത്രിയിലെ ധ്യാനത്തിനായിട്ട് ഞാൻ നിങ്ങളെ വായിച്ച് കേൾപ്പിച്ചത്. ഞാൻ ഈ വാക്യത്തിന്റെ വിശദീകരണത്തിലേക്ക് കടക്കുന്നതിന് മുമ്പ് ഈ കൊരിന്ത്യ ലേഖനത്തെ കുറിച്ച് ആമുഖമായി ഒരു കാര്യം നിങ്ങളോട് ഒന്ന് ഓർമ്മിക്കാം. പ്രത്യേകിച്ച് പുതിയ നിയമവിശ്വാസികളായ നമുക്ക് എല്ലാവർക്കും വളരെ സുപരിചിതമായ ഒരു ലേഖനമാണ് കൊരിന്ത്യർക്ക് എഴുതിയ 1-ാമത്തെ ലേഖനം. പൗലോസ് ഈ ലേഖനം എഴുതാനുണ്ടായതിന്റെ പിമ്പിൽ വളരെ വിശാലമായ ഒരു പശ്ചാത്തലമുണ്ട്. ഈ ലേഖനം പൗലോസ് എഴുതാനുണ്ടായതിന്റെ പിമ്പിലെ പശ്ചാത്തലത്തിലേക്ക് ഞാൻ പോയാൽ ഈ വായിച്ച വാക്യത്തോട് എനിക്ക് കൂറ് പുലർത്താൻ പറ്റത്തില്ല. അതുകൊണ്ട് പശ്ചാത്തലം തൽക്കാലം ഞാൻ വിടുകയാണ്. എങ്കിലും നിങ്ങൾ മനസ്സിലാക്കാൻ ഒരു കാര്യം ഞാനെന്ന് പറയാം. പൗലോസ് അപ്പോസ്തലന്റെ 3-ാമത്തെ മിഷണറി യാത്രയിലാണ് അദ്ദേഹം എഫെസോസിൽ എത്തുന്നത്. സ്തോത്രം. AD
53 മുതൽ 67 വരെയുള്ള കാലഘട്ടങ്ങൾ, അതിനിടയിലാണ് അദ്ദേഹം ഈ ലേഖനം എഴുതിയതെന്ന് പൊതുവെ വേദവ്യാഖ്യാതാക്കൾ വിശ്വസിക്കപ്പെടുന്നു. പൗലോസ് അപ്പോസ്തലന്റെ 3ാമത്തെ മിഷണറി യാത്രയിൽ അദ്ദേഹം ഏതാണ്ട് 3 വർഷമാണ് എഫസോസിൽ താമസിച്ചത്. ആ താമസത്തിന്റെ ഒടുവിലെ ദിനങ്ങളിലാണ് അപ്പോസ്തലൻ കൊരിന്ത്യർക്ക് എഴുതിയ 1ാമത്തെ ലേഖനം എഴുതുന്നത്. ദൈവത്തിന് സ്തോത്രം. അപ്പോസ്തല പ്രവൃത്തി 20ാം അധ്യായം 31ാമത്തെ വാക്യം വായിക്കുമ്പോൾ നമുക്ക് അത് മനസ്സിലാക്കാൻ കഴിയും. മാത്രമല്ല, അപ്പോസ്തലന്റെ 2ാമത്തെ മിഷണറി യാത്രയിൽ ഏകദേശം 18 മാസം അദ്ദേഹം കൊരിന്തിൽ താമസിച്ച് ദൈവവചനം അറിയിച്ചു കൊണ്ടിരുന്നു. ആ സമയത്താണ് കൊരിന്തിൽ സഭ രൂപീകൃതമായത്. കൊരിന്തിലെ സഭ രൂപീകൃതമാകുന്നതും ഈ ലേഖനം അദ്ദേഹം ആ സഭയ്ക്ക് എഴുതുന്നതും 2 സന്ദർഭങ്ങളിലാണ്. ആ ഭാഗം ഞാൻ വിശദീകരിക്കുന്നില്ല. അപ്പോൾ മനസ്സിലാക്കണം, തൻ്റെ 3ാമത്തെ മിഷണറി യാത്രയില് 3 വർഷത്തോളമാണ് എഫസോസിൽ കർത്താവിന്റെ വേലിൽ അദ്ദേഹം ചെലവഴിച്ചത്. ആ 3 വർഷത്തെ എഫസോസിലെ തൻ്റെ ദിനങ്ങളുടെ അവസാന നാളുകളിലാണ് അദ്ദേഹം മനോഹരമായ ലേഖനം എഴുതുന്നത്. ദൈവത്തിന് സ്തോത്രം. ഈ ലേഖനം എഴുതാനുണ്ടായ കാരണം ഒറ്റ വാക്കിൽ ഞാനൊന്ന് പറയാം. വിവാഹത്തെക്കുറിച്ചും വിഗ്രഹങ്ങൾക്ക് അർപ്പിച്ച ഭക്ഷണത്തെ കഴിക്കുന്നതിനെ കുറിച്ചും 2 ചോദ്യങ്ങൾ കൊരിന്ത് സഭയിൽ നിന്നും ഉണ്ടായി. ആ ചോദ്യങ്ങൾക്കുള്ള മറുപടിയാണ് ഈ ലേഖനം. ദൈവത്തിന് സ്തോത്രം. അപ്പൊ കൊരിന്തിൽ നിന്നും പൗലോസിന്റെ കയ്യില് ഒരു കത്ത് കിട്ടിയെന്നാണ് ചരിത്രം. ആ കത്തിനകത്ത് 2 ഗൗരവമേറിയ ചോദ്യങ്ങളാണ് അവർ ചോദിച്ചത്. ഒന്ന്, വിവാഹത്തെക്കുറിച്ചുള്ള ചോദ്യം എന്താണ് ചോദിച്ചതെന്ന് ഞാൻ വിശദീകരിക്കുന്നില്ല. കാരണം ഒരു വല്ലാത്ത ജീവിതം നയിക്കുന്ന ഒരു ജനവിഭാഗമാണ് അവിടെ. അതുകൊണ്ട് വിവാഹം സംബന്ധിച്ച് അവർ ചോദിച്ച ചോദ്യം എന്താണെന്ന് ഞാൻ അങ്ങ് വിട്ടുകളയുകയാണ്. മാത്രമല്ല, വിഗ്രഹത്തിന് അർപ്പിച്ച ഭക്ഷണം കഴിക്കുന്നതിനെ കുറിച്ച് ഈ 2 വിഷയങ്ങളെ സംബന്ധിച്ച് പൗലോസിന്റെ കയ്യിൽ ഒരു കത്ത് കിട്ടി. ആ ചോദ്യങ്ങൾക്കുള്ള മറുപടിയാണ് ദൈവത്തിന് സ്തോത്രം കൊരിന്ത്യർക്ക് എഴുതിയ 1ാമത്തെ ലേഖനം. നമുക്ക് ആ ലേഖനം വായിക്കുമ്പോൾ മനസ്സിലാക്കാൻ പറ്റും. മാത്രമല്ല, കൂടാതെ മറ്റു മുഖാന്തരങ്ങളിലൂടെ കൊരിന്ത് സഭയിലെ ദുർനടപ്പിനെ കുറിച്ചും അവരുടെ ഇടയിലുണ്ടായ ഭിന്നിപ്പിനെ കുറിച്ചും അപ്പോസ്തലൻ കേട്ടപ്പോൾ തന്റെ ഹൃദയം വല്ലാതെ വേദനിക്കുകയും ഇങ്ങനെ ഒരു ലേഖനം കൊരിന്ത് സഭയ്ക്ക് എഴുതുവാന് ഇടയാവുകയും ചെയ്തു. സ്തോത്രം. ഈ ലേഖനം അദ്ദേഹം എഴുതുമ്പോൾ ഈ ലേഖനത്തിലൂടെയുള്ള തന്റെ ലക്ഷ്യമെന്ന് പറയുന്നത് കൊരിന്ത് സഭയിലെ പ്രശ്നങ്ങൾക്ക് പരിഹാരം നിർദ്ദേശിക്കുക. 2, ധാർമ്മികമായി അധപ്പതിച്ച വിശ്വാസികൾക്ക് വേണ്ടി പ്രബോധനം നൽകുക. 2 അനുഗ്രഹിക്കപ്പെട്ട ലക്ഷ്യങ്ങളോടുകൂടിയാണ് പൗലോസ് കൊരിന്ത്യ സഭയ്ക്ക് ഈ ലേഖനം എഴുതുന്നത്. ഒന്ന്, സഭയിലെ പ്രശ്നങ്ങൾക്ക് പരിഹാരം നിർദ്ദേശിക്കുക. ഒരുപാട് പ്രശ്നങ്ങളിലൂടെ കടന്നുപോയൊരു സഭയാണ് കൊരിന്ത്യ സഭ. ഒരുപാട് പ്രശ്നങ്ങളിലൂടെ, ധാർമ്മികമായ അധപ്പതനങ്ങളിലൂടെ, ഹിതകരമല്ലാത്ത സ്വഭാവ രീതികളിലൂടെ ഒക്കെ യാത്ര ചെയ്യുന്ന ആളുകൾ ഉണ്ടായിരുന്നു. അങ്ങനെയുള്ള പ്രശ്നങ്ങൾക്ക് പരിഹാരം നിർദ്ദേശിക്കുക. ദൈവത്തിന് സ്തോത്രം. അപ്പൊ ദൈവത്തിന്റെ വചനത്തിന് പരിഹാരം നൽകുവാൻ കഴിയും. മാത്രമല്ല, ധാർമ്മികമായി അധപ്പതിച്ചവരെ നേരായ വഴിയിൽ കൊണ്ടുവരുവാനും ദൈവത്തിന്റെ വചനത്തിന് ശക്തിയുണ്ട്. അപ്പൊ ഈ 2 പ്രശ്നങ്ങൾക്ക് പരിഹാരം നിർദ്ദേശിച്ചുകൊണ്ട് പൗലോസ് കൊരിന്ത്യ സഭയ്ക്ക് ഈ ലേഖനം എഴുതുമ്പോൾ അതിന്റെ 1ാമത്തെ അധ്യായം 9ാമത്തെ വചനത്തിലേക്ക് വരുമ്പോൾ അവിടെ പൗലോസ് അവരെ ഓർപ്പിക്കുകയാണ്,
തന്റെ പുത്രനും നമ്മുടെ കർത്താവുമായ യേശു ക്രിസ്തുവിന്റെ കൂട്ടായ്മയിലേക്ക് നിങ്ങളെ വിളിച്ചിരിക്കുന്ന ദൈവം ആരാണ്? വിശ്വസ്തനാണ്. പ്രൈസ് ദി ലോർഡ്. അപ്പൊ ഒരുപാട് പ്രശ്നങ്ങളിലൂടെ കടന്നു പോകുന്ന, ധാർമ്മികമായ അധപ്പതനങ്ങളിലൂടെ കടന്നു പോകുന്ന ആ ജനത്തോട് പൗലോസ് പറയുക, തന്റെ പുത്രനും നമ്മുടെ രക്ഷിതാവുമാകുന്ന യേശുക്രിസ്തുവിന്റെ കൂട്ടായ്മയിലേക്ക് നിങ്ങളെ വിളിച്ച ദൈവം ആരാണ്? വിശ്വസ്തനാണ്. അപ്പൊ അവിശ്വസ്തത കാണിക്കുന്ന ഒരു ജനസമൂഹത്തിന്റെ നടുവിൽ വിശ്വസ്തനായ ഒരു ദൈവത്തെ പൗലോസ് ചൂണ്ടിക്കാണിക്കുക. എന്നെ ഒത്തിരി സന്തോഷിപ്പിച്ചൊരു വചനമാണ്. ദൈവം വിശ്വസ്തനാണ്. തന്റെ പുത്രനും നമ്മുടെ കർത്താവുമായ യേശു ക്രിസ്തുവിന്റെ കൂട്ടായ്മയിലേക്ക് നിങ്ങളെ വിളിച്ചിരിക്കുന്ന ദൈവം ആരാണ്? വിശ്വസ്തനാണ്. അപ്പൊ ഈ വാക്യത്തിൽ നിന്നും ഞാൻ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്ന ദൂത് ദൈവത്തിന്റെ വിശ്വസ്തതയെ കുറിച്ചാണ്. ഇന്ന് രാത്രിയില് നാം ആരാധിക്കുന്ന നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവ് നമുക്ക് വിശ്വസ്തനാണ്. ഒട്ടും മാറ്റമില്ലാത്ത ഒരു പച്ചയായ യാഥാർത്ഥ്യമാണ്. ദൈവം നമുക്ക് ആരാണ്? വിശ്വസ്തനാണ്. അതുകൊണ്ട് ഇന്ന് രാത്രി നമുക്ക് ദൈവത്തിന്റെ വിശ്വസ്തതകളെ കുറിച്ച് വാഴണം. നമ്മൾക്ക് ദൈവത്തിന്റെ വിശ്വസ്തതകളെ കുറിച്ച് വർണ്ണിക്കണം. എവിടെയും പറഞ്ഞോണം, എന്റെ ദൈവം എനിക്ക് ആരാണ്? വിശ്വസ്തനാണ്. ദൈവത്തിന്റെ വിശ്വസ്തതയെ നമുക്ക് എങ്ങനെ വർണ്ണിക്കാൻ പറ്റുമില്ലേ? 1000 വാക്കുകൾ കൊണ്ട്, 10,000 വാക്കുകൾ കൊണ്ട് ദൈവത്തിന്റെ വിശ്വസ്തതയെ വർണ്ണിക്കാൻ കഴിയുമോ പ്രിയരെ? പാടിയോ, പ്രസംഗിച്ചോ, എഴുതിയോ, പഠിപ്പിച്ചോ ദൈവത്തിന്റെ വിശ്വസ്തതയെ വിവരിക്കാൻ പറ്റുമോ? ദൈവത്തിന്റെ വിശ്വസ്തതയെ കുറിച്ച് ഒരു ഭക്തൻ തിരുവെഴുത്തിൽ പറയുന്നത്, ആകാശം ഭൂമിക്ക് മീതെ ഉയർന്നിരിക്കുന്നത് പോലെ, ഉദയം അസ്തമയത്തോട് അകന്നിരിക്കുന്നത് പോലെ തന്റെ ഭക്തന്മാരോടുള്ള ദൈവത്തിന്റെ ദയ, തന്റെ ഭക്തന്മാരോടുള്ള ദൈവത്തിന്റെ വിശ്വസ്തത വലുതാണ്. നമ്മൾ ആരോഗ്യ സൗഖ്യത്തോടെ ഇന്ന് പകൽ ഇന്ന് രാത്രി ഇവിടെ ആയിരിക്കുന്നതിന്റെ പിമ്പിലെ രഹസ്യമെന്ന് പറയുന്നത് ദൈവം നമുക്ക് വിശ്വസ്തനായതുകൊണ്ടാണ്. നമ്മുടെ ചിന്തകൾ അവിശ്വസ്തത ഉണ്ടായിട്ടുണ്ട്, നമ്മുടെ സംസാരങ്ങൾ അവിശ്വസ്തത ഉണ്ടായിട്ടുണ്ട്, നമ്മുടെ ഇടപാടുകൾ അവിശ്വസ്തതയായിട്ടുണ്ട്. പലപ്പോഴും ഞാനും നിങ്ങളും ദൈവത്തിന്റെ മുമ്പിൽ അവിശ്വസ്തരായിട്ടുണ്ട്. പക്ഷേ നാം തകർന്നു പോകാതെ ഇന്നും നിലനിൽക്കുന്നത് നമ്മുടെ വിശ്വസ്തതയല്ല, ദൈവം നമുക്ക് വിശ്വസ്തനായതുകൊണ്ടാണ്. അതുകൊണ്ട് സഭാജനത്തിന്റെ നടുവിൽ രക്ഷയുടെ പാനപാത്രം ഉയർത്തിപ്പിടിച്ച് നമുക്ക് പറയണം, എന്റെ ദൈവം എനിക്ക് ആരാണ്? വിശ്വസ്തനാണ്. എന്റെ ദൈവം എന്റെ തലമുറയ്ക്ക് ആരാണ്? വിശ്വസ്തനാണ്. എന്റെ ദൈവം എന്റെ കുടുംബത്തിന് ആരാണ്? വിശ്വസ്തനാണ്. എന്റെ ദൈവം എന്റെ ശുശ്രൂഷയ്ക്ക് ആരാണ്? വിശ്വസ്തനാണ്. എന്റെ ദൈവം എന്റെ ഭാവിക്ക് ആരാണ്? വിശ്വസ്തനാണ്. കൊരിന്ത്യ സഭയെ പൗലോസ് പ്രബോധിപ്പിക്കുക, തന്റെ പുത്രനും നമ്മുടെ രക്ഷിതാവുമായ യേശു ക്രിസ്തുവിന്റെ കൂട്ടായ്മയിലേക്ക് നിങ്ങളെ വിളിച്ചിരിക്കുന്ന ദൈവം ആരാണ്? വിശ്വസ്തനാണ്. ആമേൻ. ഞാൻ ഈ ദൈവത്തിന്റെ വിശ്വസ്തതയെ കുറിച്ച് പറയുമ്പോഴേ, ഞാൻ ഈ കുറച്ചുനാൾ മുമ്പ് ഒരു പ്രസംഗം കേട്ടു. പ്രസംഗിച്ചത് ആരാന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. അദ്ദേഹം ഒരു സംഭവം പറഞ്ഞു. ദൈവത്തിന്റെ വിശ്വസ്തതയെ കുറിച്ച് പറയുമ്പോൾ ആ കർത്തൃദാസൻ പ്രസംഗത്തിൽ പറഞ്ഞ സംഭവമാണ് എന്റെ മനസ്സിലേക്ക് ഓടി വരുന്നത്. ഒരുപക്ഷെ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. സാമുവേൽ ബ്രിങ്കിൾ എന്ന് പറയുന്ന ഒരു മനുഷ്യനുണ്ടായിരുന്നു. അദ്ദേഹത്തിന് വിദ്യാഭ്യാസമില്ല, എഴുത്തും വായനയൊന്നും അറിയത്തില്ല. ഒരു സാധു മനുഷ്യനാണ്. അദ്ദേഹം ഒരു ചെരുപ്പൂത്തിയാണ്. ചെരുപ്പ് തയ്ച്ച് പോളിഷ് ചെയ്യുന്ന ഒരു സാധാരണ ജോലിയാണ്. എഴുത്തും വായനയൊന്നും അറിയത്തില്ല. പക്ഷേ നന്നായി പ്രാർത്ഥിക്കുന്ന ഒരു മനുഷ്യനായിരുന്നു അദ്ദേഹം. ശ്രദ്ധിച്ചു കേട്ടോണം, നന്നായി പ്രാർത്ഥിക്കുന്ന ഒരു മനുഷ്യനായിരുന്നു.
ഒരു ദിവസം അദ്ദേഹം മുഴങ്കാൽ മടക്കി കണ്ണുനീരോട് ദൈവത്തോട് പ്രാർത്ഥിച്ചു, കർത്താവേ, അങ്ങയുടെ വേലയിൽ എന്നെ പ്രയോജനപ്പെടുത്തണം. അങ്ങയുടെ നാമത്തിന്റെ മഹത്വത്തിന് വേണ്ടി ശക്തമായി ഉപയോഗിക്കപ്പെടുവാൻ എനിക്ക് ആഗ്രഹമുണ്ട്. പക്ഷെ എനിക്ക് എഴുത്തും വായനയും ഒന്നും അറിയത്തില്ല. എനിക്ക് യാതൊരുവിധ യോഗ്യതയുമില്ല. അങ്ങയുടെ മഹത്വമുള്ള വേലയിൽ എന്നെ ഒന്ന് പ്രയോജനപ്പെടുത്തണമേ. സാമുവേൽ എന്ന് പറയുന്ന ചെരുപ്പ് കുത്തിയായ സാധാ മനുഷ്യൻ ഒരു രാത്രിയിൽ മുഴങ്കാല് മടക്കി ഇടനെഞ്ച് തകർത്ത നിറകണ്ണുകളോടെ പ്രാർത്ഥിച്ചപ്പോൾ ദൈവത്തിന്റെ ആത്മാവ് തന്റെ മുമ്പിൽ ഇറങ്ങി വന്നിട്ട് തന്നോട് പറഞ്ഞു, ഞാൻ നിന്നെ ഉപയോഗിക്കാം. നീ ഒരു കാര്യം ചെയ്യ്. അതിന് ഞാനൊരു മുഖാന്തരം കണ്ടിട്ടുണ്ട്. നീ എഴുന്നേറ്റ് വില്യം ബൂത്ത് എന്ന് പറയുന്ന ആളുടെ അരികിലേക്ക് പോകണം. നമുക്കറിയാം വില്യം ബൂത്ത് ആരാണെന്നുള്ളത്, അല്ലേ? ലോകമെമ്പാടും പടർന്ന് പന്തലിച്ച് കിടക്കുന്ന സാൽവേഷൻ ആർമി എന്ന് പറയുന്ന ഒരു ക്രിസ്തീയ പ്രസ്ഥാനത്തിന്റെ സ്ഥാപകനാണ് ആര്? വില്യം ബൂത്ത്. ലോകവ്യാപകമായി ചിതറിപ്പാർക്കുന്ന വിശ്വാസികൾ ഇന്ന് പാടുന്ന മനോഹരമായ ഒരു പഴയ ഗാനമില്ലേ? കൃപാകടലേ, നിന്റെ തീരത്ത് ഞാൻ അനേക നാളായി ആശയോടെ ഇരുന്നു. ആ മനോഹര ഗാനം ആഗോള വ്യാപകമായി ചിതറിപ്പാർക്കുന്ന വിശ്വാസ സമൂഹത്തിന് സമ്മാനിച്ച മഹാനായ ഒരു മനുഷ്യനാണ് വില്യം ബൂത്ത്. വിദ്യാഭ്യാസമില്ലാത്ത ചെരുപ്പ് കുത്തിയായ എഴുത്തും വായന അറിയാത്ത സാധു മനുഷ്യൻ, നിന്റെ വേലയിൽ എന്നെ ഉപയോഗിക്കണമേ എന്ന് രാത്രി പ്രാർത്ഥിച്ചപ്പോൾ അദ്ദേഹത്തോട് ദൈവം പറഞ്ഞു, ഞാൻ നിന്നെ ഉപയോഗിക്കാം. നീ എഴുന്നേറ്റ് വില്യം ബൂത്തിന്റെ അരികിലേക്ക് പോകാൻ പറഞ്ഞു. അദ്ദേഹം പിറ്റേ ദിവസം വില്യം ബൂത്തിന്റെ അരികിൽ ചെന്നിട്ട് പറഞ്ഞു, വില്യം ബൂത്ത്, കർത്താവിന്റെ വേലയിൽ എന്നെ പ്രയോജനപ്പെടുത്തണമേ എന്ന് ഞാൻ കഴിഞ്ഞ രാത്രി പ്രാർത്ഥിച്ചപ്പോൾ ദൈവം എന്നോട് പറഞ്ഞു, നിന്റെ അരികിലേക്ക് വരാൻ പറഞ്ഞു. അപ്പൊ ഈ വില്യം ബൂത്ത് ഈ സാമുവേലിനോട് ചോദിച്ചു, നിനക്ക് എഴുതാൻ അറിയാമോ? വിദ്യാഭ്യാസം എന്തുകൊണ്ട്? അപ്പൊ അദ്ദേഹം പറഞ്ഞു, എനിക്ക് വിദ്യാഭ്യാസമൊന്നുമില്ല. എഴുത്തറിയാമോ? ഇല്ല. വായന അറിയാമോ? ഇല്ല. എഴുത്തും വായനയും അറിയാത്ത നിന്നെ ഞാൻ എങ്ങനെ ശുശ്രൂഷയിൽ പ്രയോജനപ്പെടുത്തും? എങ്ങനെ സുവിശേഷ വേദിയിൽ പങ്കാളിയാക്കും? പൊക്കോളാൻ പറഞ്ഞു. ഇറക്കി വിട്ടു. അദ്ദേഹം തിരിച്ചു വന്നിട്ട് വീണ്ടും പ്രാർത്ഥിച്ചു, ദൈവമേ, എന്നെ നീ ഉപയോഗിക്കണം. ഞാൻ വില്യം ബൂത്തിന്റെ അരികെ ചെന്നപ്പം അയാൾ പറഞ്ഞു, പൊക്കോളാൻ പറഞ്ഞു. വീണ്ടും പ്രാർത്ഥിച്ചു. അപ്പോഴും ദൈവം തന്നോട് പറയാ, എടാ, നിന്നോട് ഞാൻ വില്യം ബൂത്തിന്റെ അടുക്കപ്പാണല്ലേ പറഞ്ഞു, അങ്ങോട്ട് പോകാൻ പറഞ്ഞു. കാരണം പിറ്റേ ദിവസം വീണ്ടും ചെന്നു. അതിനോട് പറഞ്ഞു, ബൂത്തേ, ഞാൻ പ്രാർത്ഥിച്ചപ്പോ ദൈവം എന്നോട് പറഞ്ഞു ഇങ്ങോട്ട് തന്നെ വരാൻ പറഞ്ഞു. അയാൾ പറഞ്ഞു, എടാ, എഴുത്തും വായന അറിയാത്ത നിന്നെ ഞാൻ എങ്ങനെ പ്രയോജനപ്പെടുത്തും? ഒരു കാര്യം ചെയ്യാം, നിന്റെ പണി എന്താ? എന്റെ പണി ചെരുപ്പ് കുത്തിയ, ഞാൻ ഷൂ ഒക്കെ പോളിഷ്. ഒരു കാര്യം ചെയ്യേ, ഇവിടെ വരുന്ന മിഷണറിമാരായിട്ടുള്ള ദൈവദാസന്മാരും മറ്റു പ്രിയപ്പെട്ടവരുണ്ട്, അതിഥികളുണ്ട്, അവരുടെ ഷൂ പോളിഷ് ചെയ്യുന്ന ജോലി നിനക്ക് തരാം. ശമ്പളമൊന്നുമില്ല. അവരാഹാരം വല്ലതും തരികയാണെങ്കിൽ നിനക്ക് കഴിക്കാം. സുവിശേഷ വേലയുടെ ഭാഗമായിട്ട് ആ ഷൂ പോളിഷ് ചെയ്യുന്ന ജോലി സാമുവേൽ ഏറ്റെടുത്തു. ദൈവത്തിന് സ്തോത്രം. 1-2 വർഷമല്ല കേട്ടോ, നീണ്ട 16 വർഷം. 16 വർഷം. എത്ര വലിയൊരു സമർപ്പണം അതില്ലേ? ഞാൻ ഒരാളെയും കൊണ്ട് മറ്റൊരു സ്ഥലത്ത് പോയപ്പോൾ പാസ്റ്റർ എന്റെ കൂടെ വന്ന പയ്യൻ വർഷിപ്പൊക്കെ ലീഡ് ചെയ്യുന്ന ഒരാളാ. ഒരു 50 രൂപ എടുത്തിട്ട് പറഞ്ഞു, മോനെ, എന്റെ ഡാഡിക്ക് സുഖമില്ല, ഒരു കരിക്ക് മേടിച്ചുകൊണ്ട് വരാൻ പറഞ്ഞപ്പോ അവൻ പറഞ്ഞു, എനിക്ക് അങ്ങനെ കരിക്ക് മേടിക്കാനൊന്നും പറ്റത്തില്ല, ഞാൻ കരിക്ക് മേടിക്കാനല്ലോ, ഞാൻ വർഷിപ്പ് ലീഡറാണ്. അപ്പൊ ഞാനിപ്പോ ഇത് ഓർക്കുകയായിരുന്നു. 16 വർഷം, നീണ്ട 16 വർഷം കർത്താവിന്റെ വേലയുടെ ഭാഗമായിട്ട് അവിടെ വരുന്ന ആളുകളെ ഷൂതാൻ പോളിഷ് ചെയ്തു. ഈ 16 വർഷം കൊണ്ട് അദ്ദേഹം അല്പം എഴുതാനും വായിക്കാനും ഒക്കെ പഠിച്ചു. 16 വർഷമായപ്പോൾ രൂപഭാവങ്ങൾക്കെല്ലാം മാറ്റം വന്നു. അദ്ദേഹം കുറച്ചുകൂടെ പ്രായമായി, താടിയും മുടിയും എല്ലാം നീണ്ടു. നിങ്ങൾക്കറിയാമോ, 16 വർഷം കഴിഞ്ഞപ്പോൾ അവിടെ ഒരു വലിയ സംഭവം ഉണ്ടായി. വില്യം ബൂത്ത് തന്റെ ആ കാമ്പൗണ്ടിൽ വലിയൊരു ക്രൂസൈഡ് ക്രമീകരിച്ചു. 2 ലക്ഷത്തോളം ആളുകൾ സംബന്ധിക്കുന്ന ഒരു വലിയ ക്രൂസൈഡ്. ഗ്രൗണ്ട് സജ്ജമായി.
ചേറുകൾ നിരന്നു, സ്റ്റേജ് റെഡിയായി, ഫയറും സൗണ്ട് സിസ്റ്റം എല്ലാം റെഡിയായി. ആ ക്രൂസൈഡിനെ പ്രസംഗിക്കാൻ വരേണ്ടിയത് അമേരിക്കയിൽ നിന്നും പ്രസിദ്ധനായ ഒരു പ്രഭാഷകനാണ്. ക്രൂസൈഡ് തുടങ്ങുന്നതിന്റെ തലേ ദിവസം വില്യം ബൂത്തിന് ഒരു ടെലിഗ്രാം വന്നു. വില്യം ബൂത്ത്, സോറി, നാളെ നീ ക്രമീകരിച്ചിരിക്കുന്ന ക്രൂസൈഡിൽ പ്രസംഗിക്കാൻ വരേണ്ടിയ ആളാണ് ഞാൻ. എനിക്ക് വരാൻ പറ്റാത്ത ചില തടസ്സങ്ങളുണ്ടായി, ദയവായി എന്നോട് ക്ഷമിക്കണം. വില്യം ബൂത്ത് അത് വായിച്ചിട്ട് ഒരു ഭ്രാന്തനെ പോലെ ആ ഗ്രൗണ്ടിലൂടെ ഓടി. പിന്നെ അദ്ദേഹം തന്റെ പ്രാർത്ഥനാ മുറിക്കകത്തിയെന്ന് മുഴങ്കാലും മടക്കി ദൈവത്തോട് പ്രാർത്ഥിച്ചു. താവേ, ആ മഹായോഗം നടക്കാൻ ഇനി മണിക്കൂറുകൾ മാത്രമേ ബാക്കിയുള്ളൂ. വരാവെന്ന് പറഞ്ഞ ആള് വരത്തില്ല. ഞാൻ എന്ത് ചെയ്യും? ഞാൻ അതിന് തയ്യാറായിട്ടില്ല. വില്യം ബൂത്തിന്റെ കാതിൽ പ്രാർത്ഥനയുടെ ഇടയിൽ ദൈവത്തിന്റെ ആത്മാവ് പറഞ്ഞു, നാളെ പ്രസംഗിക്കാൻ വരുമെന്ന് പറഞ്ഞിട്ട് വരാൻ കഴിയാത്തയാളെ ഓർത്ത് നീ ഭാരപ്പെടണ്ട. നാളത്തെ മഹായോഗത്തിൽ പ്രസംഗിക്കുവാൻ നിന്റെ ഈ കാമ്പൗണ്ടിൽ തന്നെ ഒരാളെ ഞാൻ ഒരുക്കി വെച്ചിട്ടുണ്ട്. ആരൊക്കെ നിന്നെ ഒതുക്കി വെച്ചാലും, ആരൊക്കെ നിന്നെ അമർച്ച ചെയ്ത് വെച്ചാലും, ദൈവത്തിന്റെ വിശ്വസ്തത അതിന്റെ സമയമാകുമ്പോൾ നിന്നെ പുറത്തു കൊണ്ടുവരുമെന്ന് വിശ്വസിക്കുന്ന ദൈവമക്കൾ ഈ പ്ലാറ്റ്ഫോമിൽ ഉണ്ടെങ്കിൽ കരങ്ങൾ ഉയർത്തി ദൈവത്തെ ഒന്ന് മഹത്വപ്പെടുത്തിക്കാട്ടെ. പ്രാപിച്ച ദൈവകൃപയ്ക്ക്, പ്രാപിച്ച ദർശനത്തിന്, പ്രാപിച്ച അഭിഷേകത്തിനും ആത്മനിറവിനും വില കൊടുക്കുന്നവരോട് പരിശുദ്ധാത്മാവ് തിരുവെഴുത്തിലൂടെ ഇന്ന് രാത്രി ഇടപെടുകയാണ്. സാഹചര്യങ്ങളും സമ്മർദ്ദങ്ങളും മനുഷ്യനും ഒക്കെ അല്പകാലത്തേക്ക് പുറത്തു വരാതെ നിന്നെ ഒതുക്കി വെച്ചേക്കാം. പക്ഷെ നീ പ്രാർത്ഥിക്ക്. ദൈവത്തിന്റെ വിശ്വസ്തത നിനക്ക് വേണ്ടി ഇറങ്ങി വരുന്നൊരു ദിവസമുണ്ട്. ദൈവത്തിന്റെ വിശ്വസ്തത നിനക്ക് വേണ്ടി ചലിക്കുന്ന ഒരു ദിവസമുണ്ട്. ദൈവത്തിന്റെ വിശ്വസ്തത നിന്നെ ഉയർത്തുന്ന ഒരു ദിവസമുണ്ട്. ദൈവത്തിന്റെ വിശ്വസ്തത തള്ളിക്കളഞ്ഞവർ ആദരവോടെ നോക്കി നിൽക്കത്തക്ക നിലയിൽ നിന്നെ രംഗത്ത് കൊണ്ടുവരുന്ന ഒരു ദിവസം നിന്റെ മുമ്പിലുണ്ടെന്ന് പരിശുദ്ധാത്മാവ് വചനത്തിലൂടെ ഇന്ന് രാത്രി ഇടപെടുകയാണ്. ദൈവം വിശ്വസ്തനാണ്. വില്യം ബൂത്ത് നാളെ പ്രസംഗിക്കാൻ വരുമെന്ന് പറഞ്ഞിട്ടേ വരാൻ കഴിയാത്ത ആളെ ഓർത്ത് നീ പരിഭവപ്പെടണ്ട. നിന്റെ ആ ക്രൂസൈഡിൽ നാളെ പ്രസംഗിക്കാനുള്ള ആൾ നിന്റെ കാമ്പൗണ്ടിനകത്ത് തന്നെയുണ്ട്. അദ്ദേഹം ചോദിച്ചു, ആരാ അത്? ദൈവത്തോട് ചോദിച്ചു, ആരാ? അതൊക്കെ സമയമാകുമ്പം പുറത്തു വരും. ക്രൂസൈഡ് തുടങ്ങാൻ മണിക്കൂറുകൾ മാത്രമേ ബാക്കിയുള്ളൂ. പ്രസംഗകൻ വരത്തില്ല എന്ന് പറഞ്ഞ കാര്യം ബൂത്ത് ആരോടും പറഞ്ഞില്ല. മണിക്കൂറുകൾ മാത്രം ബാക്കിയുള്ളൂ. ദൈവവാ പറഞ്ഞത് ആള് കാമ്പൗണ്ടിൽ ഉണ്ടെന്ന്. സമയമാകാറായി. ആളെ കാണാനില്ല. വില്യം ബൂത്ത് ഓടിച്ചെന്ന് വീണ്ടും മുട്ടുകുത്തി പ്രാർത്ഥിച്ചപ്പോ ദൈവം പറഞ്ഞു, എടാ, 16 വർഷങ്ങൾക്ക് മുമ്പ് എന്നെ വേലയിൽ ഉൾപ്പെടുത്തണമെന്ന് പറഞ്ഞ് എഴുത്തും വായന അറിയാത്തൊരു സാധാ മനുഷ്യൻ നിന്റെ കാമ്പൗണ്ടിൽ വന്നില്ലേ? അവൻ ഇന്ന സ്ഥലത്ത് ഷൂ പോളിഷ് ചെയ്തുകൊണ്ടിരിക്കുക, നീ അവന്റെ അരികിലൂടെ എല്ലാം പറഞ്ഞു. വില്യം ബൂത്ത് ഓടി ആ മനുഷ്യൻ ഇരിക്കുന്ന, ചെരുപ്പൂത്തിയായ സാമുവേൽ എന്ന് പറയുന്ന മനുഷ്യൻ ഇരിക്കുന്ന ഇടത്തേക്ക് ഓടി ചെന്നപ്പോൾ കണ്ട കാഴ്ച, മുഷിഞ്ഞ വസ്ത്രം ധരിച്ച് താടിയും മുടിയെല്ലാം നീണ്ട സാമുവേൽ എന്ന് പറയുന്ന ആ സാധുവായ ദരിദ്ര മനുഷ്യൻ മുഴങ്കാലിൽ നിന്ന് കണ്ണുനീരോട് പ്രാർത്ഥിക്കുകയാണ്. ബൂത്ത് അവനെ വിളിച്ചിട്ട് ചോദിച്ചു, ഇന്ന് പ്രസംഗിക്കാൻ വരാമെന്ന് പറഞ്ഞ ആള് വരത്തില്ല, നിനക്ക് പ്രസംഗിക്കാൻ പറ്റുമോ? തെല്ലും ആശങ്കയില്ലാതെ ആ മനുഷ്യൻ നിറകണ്ണുകളോടെ പറഞ്ഞു, ഞാൻ അതിന് തയ്യാറാണ്. ദൈവത്തിന്റെ വിശ്വസ്തത നമ്മെ പുറത്തു കൊണ്ടുവരുന്ന ഒരു ദിവസം ഉണ്ടെന്ന് വിശ്വസിക്കുന്ന എത്ര ദൈവമക്കളുണ്ട്? ഞാൻ അതിന് തയ്യാറാണ്. പെട്ടെന്ന് ക്ഷൗരക്കാരനെ വിളിച്ച് അദ്ദേഹത്തിന്റെ മുടിയെല്ലാം വെട്ടി താടിയെല്ലാം വടിച്ച് അദ്ദേഹത്തെ കുളിപ്പിച്ച് നല്ല വൃത്തിയുള്ളതാക്കി. പെട്ടെന്നൊരു കോട്ടൊന്നും മേടിക്കാൻ പറ്റത്തില്ലല്ലോ. വില്യം ബൂത്തിന് തന്നെ ഒരു കോട്ടെടുത്ത് അദ്ദേഹത്തിന് കൊടുത്തു. പിന്നൊക്കെ കുത്തി അഡ്ജസ്റ്റ് ചെയ്യിപ്പിച്ചു. ബൈബിളും കൊടുത്ത് സ്റ്റേജിലോട്ട് കൊണ്ടുപോയി. എന്നിട്ട് വില്യം ബൂത്ത് പറഞ്ഞു, ഇന്ന് പ്രസംഗിക്കാൻ വരാമെന്ന് പറഞ്ഞയാള് വരത്തില്ല, അതിന് പകരം ഈ മനുഷ്യനാണ് പ്രസംഗിക്കുന്നത്. എന്നിട്ട് അദ്ദേഹം ദൈവത്തോട് പറഞ്ഞു, ഇവൻ എഴുത്തും വായന അറിയത്തില്ല,
നീ പറഞ്ഞുകൊണ്ടാണ് ഞാൻ ഇവിടെ നിർത്തിയത്. ഇവന്റെ പ്രസംഗത്തിൽ എന്തെങ്കിലും ശുശ്രൂഷയിൽ ഫാൾട്ട് സംഭവിച്ചാൽ അതിന്റെ ഉത്തരവാദി ഞാനല്ല. ദൈവം മിണ്ടിയിൽ ഇത് പറഞ്ഞിട്ട് ഓഡിയൻസിന്റെ ഏറ്റവും പുറകെ ബില്ലും മൂത്തിരുന്നു. ഈ സാമുവേൽ എന്ന് പറയുന്ന സാധു മനുഷ്യൻ പ്രസംഗിക്കാൻ എഴുന്നേറ്റു. തനിക്ക് പ്രസംഗമൊന്നും അറിയത്തില്ല, തനിക്ക് ചരിത്രമൊന്നും അറിയത്തില്ല. സദസ്സിനെ അഭിസംബോധന ചെയ്തിട്ട് അദ്ദേഹം ഈ വാക്ക് വായിച്ചു. തന്റെ പുത്രനും നമ്മുടെ കർത്താവുമായ യേശു ക്രിസ്തുവിന്റെ കൂട്ടായ്മയിലേക്ക് നമ്മെ വിളിച്ച ദൈവം വിശ്വസ്തനാണ്. ആ വാക്യത്തെ ആസ്പദീകരിച്ച് തനിക്ക് പ്രസംഗിക്കാൻ അറിയത്തില്ല, പലവട്ടം ആവർത്തിച്ച് അദ്ദേഹം പറഞ്ഞു, ദൈവം വിശ്വസ്തനാണ്, ദൈവം വിശ്വസ്തനാണ്. നിങ്ങൾക്ക് കേൾക്കണോ? അവിടെ കൂടി വന്ന ലക്ഷക്കണക്കിന് ആളുകൾ പൊട്ടിക്കരയാൻ തുടങ്ങി. പൊട്ടിക്കരഞ്ഞവർ പാപബോധത്തോടെ കമണ് വീഴാൻ തുടങ്ങി. നൂറുകണക്കിന് ആളുകൾ ഈ സാമുവേൽ എന്ന് പറയുന്ന ചെരുപ്പ് കുത്തിയായിരുന്ന മനുഷ്യന്റെ അരികിലേക്ക് വന്ന് തന്റെ കാലിൽ കെട്ടിപ്പിടിച്ച് കരയാൻ തുടങ്ങി. പാപബോധത്തോടെ. ആമേൻ. മണിക്കൂറുകൾ നീണ്ടു നിൽക്കുന്ന ആത്മാവിന്റെ വലിയ പ്രവാഹം അവിടെ ഒഴുകുവാൻ തുടങ്ങി. വില്യം ബൂത്ത് ഇത് കണ്ട് പുറകിൽ നിന്ന് പൊട്ടിക്കരഞ്ഞിട്ട് ആ മനുഷ്യൻ ഓഡിയൻസിന്റെ ഇടയിലൂടെ ഓടി വന്ന് സാമുവേൽ എന്ന് പറയുന്ന മനുഷ്യന്റെ ആ ഷൂവിൽ കെട്ടിപ്പിടിച്ച് ചുംബിച്ചിട്ട് പറഞ്ഞു, ദൈവത്തിന്റെ വിശ്വസ്തതയ്ക്ക് ഒരു മനുഷ്യനെ ഇത്രത്തോളം വലിയവനാക്കി തീർക്കുവാൻ കഴിയുമെന്ന് ഞാൻ ചിന്തിച്ചില്ല. ദൈവത്തിന്റെ വിശ്വസ്തതയ്ക്ക് നമ്മുടെ പരിമിതികളെ തകർക്കാൻ കഴിയും. ദൈവത്തിന്റെ വിശ്വസ്തതയ്ക്ക് നമ്മുടെ നിന്ദകളെ മാറ്റുവാൻ കഴിയും. ദൈവത്തിന്റെ വിശ്വസ്തതയ്ക്ക് നാം സ്വപ്നം കണ്ടിട്ടില്ലാത്ത മണ്ഡലങ്ങളിൽ നമ്മെ ഉയർത്തുവാൻ കഴിയും. അതുകൊണ്ട് നിനക്ക് പരിധികൾ ഒത്തിരി ഉണ്ടോ? സാഹചര്യങ്ങളെല്ലാം നിനക്കെതിരാണോ? ഒരുപാട് സമരമുഖങ്ങളെ നീ തരണം ചെയ്യുന്ന വ്യക്തിയാണോ? പോരാട്ടങ്ങളില് നീ ഒറ്റയ്ക്കാണോ? പ്രതിസന്ധികളിൽ നിനക്കാരും താങ്ങും തണലുമില്ലേ ചേർത്ത് പിടിക്കാൻ എന്ന് നീ ചിന്തിച്ചവരൊക്കെ നിന്നെ തള്ളിക്കളഞ്ഞോ? ആ സാമുവേൽ ബ്രിങ്കിളിനെ പോലെ ഇന്ന് രാത്രി നീ ഒറ്റയ്ക്കാണോ? ദൈവത്തിന്റെ ആത്മാവ് പറയുന്നത്, മടുത്തു പോകണ്ട, ദൈവത്തിന്റെ പക്ഷത്ത് നിൽക്ക്. ദൈവത്തിന്റെ വിശ്വസ്തത നിനക്ക് വേണ്ടി ഇറങ്ങി വരുന്നൊരു ദിവസമുണ്ട്. ദൈവത്തിന്റെ വിശ്വസ്തത നിന്റെ പരിധികളെ പൊട്ടിക്കുന്ന ഒരു ദിവസമുണ്ട്. ദൈവത്തിന്റെ വിശ്വസ്തത നിന്നെ പുറത്തു കൊണ്ടുവരുന്ന ഒരു ദിവസമുണ്ട്. അതുകൊണ്ട് നമുക്ക് നമ്മുടെ കൂടിവരവുകളിലൊക്കെ പാടാം, ദൈവം ആരാണ്, ദൈവം ആരാണ്, ദൈവം എനിക്ക് വിശ്വസ്തനാണ്. പൗലോസ് കൊരിന്ത്യ സഭയെ പ്രബോധിപ്പിക്കുക, പ്രിയ മക്കളെ, തന്റെ പുത്രന് നമ്മുടെ രക്ഷിതാവുമായ യേശു ക്രിസ്തുവിന്റെ കൂട്ടായ്മയിലേക്ക് നമ്മെ വിളിച്ചിരിക്കുന്ന ദൈവം ആരാണ്? ദൈവം എനിക്ക് വിശ്വസ്തനാണെന്ന് 100% ഉറപ്പുള്ളവർ മാത്രം കൈകൾ ഉയർത്തി കർത്താവിനെ ഒന്ന് മഹത്വപ്പെടുത്തിക്കാട്ടെ. ആമേ. ദൈവം നമുക്ക് വിശ്വസ്തനാണെങ്കിൽ, തന്റെ കൂട്ടായ്മയിലേക്ക് നമ്മെ വിളിച്ച ദൈവം വിശ്വസ്തനാണെങ്കിൽ, എന്തിലൊക്കെയാണ് ദൈവം നമുക്ക് വിശ്വസ്തൻ? ദൈവത്തിന്റെ വിശ്വസ്തതയെ കുറിച്ച് ഞാൻ ഈ വചനത്തിൽ നിന്ന് ഓടിച്ച് ചിന്തിച്ചപ്പോഴേ ഒരുപാട് കാര്യത്തിൽ ദൈവം നമുക്ക് ആരാണ്? ഒരുപാടെന്ന് പറയുന്നതിനേക്കാൾ എല്ലാറ്റിലും ദൈവം നമുക്ക് ആരാണ്? വിശ്വസ്തനാണ്. ഞാൻ തിരഞ്ഞെടുത്ത 1-2 കാര്യം നിങ്ങളോട് പറയാം. ദൈവം നമുക്ക് വിശ്വസ്തനാണെങ്കിൽ, ഒന്ന്, ദൈവം തന്റെ ജനത്തെ സംരക്ഷിക്കുന്ന കാര്യത്തിൽ ആരാണ്? വിശ്വസ്തനാണ്. സങ്കീർത്തനങ്ങളുടെ പുസ്തകം 89-ാം അധ്യായം 21, 22, 24 വാക്യങ്ങൾ വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഒന്ന്, ദൈവം തന്റെ ജനത്തെ സംരക്ഷിക്കുന്ന കാര്യത്തിൽ വിശ്വസ്തൻ. 2, തന്റെ മക്കൾക്കുണ്ടാകുന്ന പരീക്ഷാവേളകളിൽ ദൈവം ആരാണ്? വിശ്വസ്തനാണ്. 1 കൊരിന്ത്യർക്ക് എഴുതിയ ലേഖനം 10-ാം അധ്യായം 13-ാമത്തെ വചനം. 3, ദുഷ്ടന്റെ കയ്യിൽ അകപ്പെടാതെ തന്റെ ജനത്തെ കാക്കുന്ന കാര്യത്തിൽ ദൈവം ആരാണ്? വിശ്വസ്തനാണ്. 2 തെസ്സലോനിക്കർക്ക് എഴുതിയ ലേഖനം 3-3, 1 തെസ്സലോനിക്കർക്ക് എഴുതിയ ലേഖനം 5-23, 24. 4, തന്റെ മക്കളെ ബാലശിക്ഷ നടത്തുന്നതിൽ ദൈവം ആരാണ്? വിശ്വസ്തനാണ്. സങ്കീർത്തനം 119-75
എബ്രായ ലേഖനം 12:6. 5, ഒരു വിശ്വാസിയുടെ പാപം ക്ഷമിച്ച് സകല അനീതിയും പോക്കുന്ന കാര്യത്തിൽ ദൈവം വിശ്വസ്തനാണ്. 1 യോഹന്നാൻ 1:9. 6, തന്റെ മക്കളുടെ പ്രാർത്ഥനയ്ക്ക് മറുപടി നൽകുന്നതിൽ ദൈവം വിശ്വസ്തനാണ്. 143 സങ്കീർത്തനത്തിന്റെ 1 വാക്യം. അപ്പോൾ തന്റെ കൂട്ടായ്മയിലേക്ക് തന്റെ പുത്രനും നമ്മുടെ കർത്താവുമായ യേശുക്രിസ്തുവിന്റെ കൂട്ടായ്മയിലേക്ക് നമ്മളെ വിളിച്ചിരിക്കുന്ന ദൈവം വിശ്വസ്തനാണെങ്കിൽ 6 കാര്യങ്ങളിൽ ദൈവം നമുക്ക് വിശ്വസ്തനാ. അതിനകത്തെല്ലാം ഉണ്ട്. 1, നമ്മളെ സംരക്ഷിക്കുന്ന കാര്യത്തിൽ ദൈവം ആരാണ്? വിശ്വസ്തനാണ്. സ്തോത്രം. 89 സങ്കീർത്തനം ഒന്ന് എടുത്തേ. അതിന്റെ 21 വചനം. നിങ്ങളിൽ ആരെങ്കിലും ഒരാള് മ്യൂട്ട് ഓപ്ഷൻ മാറ്റിയിട്ട് ഒന്ന് വായിക്കാമോ? എന്റെ കൈ അവനോടുകൂടെ സ്ഥിരമായിരിക്കും, എന്റെ ഭുജം അവനെ ബലപ്പെടുത്തും. ശത്രു അവനെ തോൽപ്പിക്കയില്ല, വഷളൻ അവനെ പീഡിപ്പിക്കുകയുമില്ല. ഞാൻ അവന്റെ വൈരികളെ അവന്റെ മുൻപിൽ തകർക്കും, അവനെ പകയ്ക്കുന്നവരെ സംഹരിക്കും. എന്നാൽ എന്റെ വിശ്വസ്തതയും ദയയും അവനോട് കൂടെ ഇരിക്കും, എന്റെ നാമത്തിൽ അവന്റെ കൊമ്പ് ഉയർന്നു അവനോട് കൂടെ ഇരിക്കും. സ്തോത്രം. എന്റെ നാമത്തിൽ അവന്റെ കൊമ്പ് ഉയർന്നിരിക്കും. പ്രിയപ്പെട്ടവര്, ഇന്ന് രാത്രി ദൈവം നമുക്ക് വിശ്വസ്തനാണെങ്കിൽ 1, തന്റെ മക്കളായ നമ്മെ സംരക്ഷിക്കുന്ന കാര്യത്തിൽ അവൻ ആരാണ്? വിശ്വസ്തനാണ്. അതാണ് നമ്മൾ വായിച്ചത്. എന്റെ കയ്യ് അവനോട് കൂടെ സ്ഥിരമായിരിക്കും, എന്റെ ഭുജം അവനെ ബലപ്പെടുത്തും, ശത്രു അവനെ തോൽപ്പിക്കയില്ല. സ്തോത്രം. തന്റെ മക്കളെ സംരക്ഷിക്കുന്ന കാര്യത്തിൽ ദൈവം വിശ്വസ്തനാണ്. എന്നെ സ്നാനപ്പെടുത്തിയ ഒരു ദൈവദാസനുണ്ട്. അദ്ദേഹമാണ് എന്റെ കല്യാണം നടത്തിയത്. എന്റെ മൂത്ത കുഞ്ഞിനെ പ്രതിഷ്ഠിച്ചതും അദ്ദേഹമാണ്. വിശുദ്ധനാണ്, വിശ്വസ്തനാണ്. പക്ഷെ അദ്ദേഹം അധികം പ്രശസ്തനാണ്. നല്ല വിദ്യാസമ്പന്നനായ ഒരു മനുഷ്യൻ കൂടിയാണ്. ഞാൻ അദ്ദേഹത്തിന്റെ ഒരു അനുഭവം ഇങ്ങനെ കേട്ടത്, അദ്ദേഹം കുറേ നാളുകൾക്ക് പുറകിൽ ഒരു സുവിശേഷ യോഗത്തിൽ പ്രസംഗിക്കാൻ പോവുകയാണ്. ആ സമയത്ത് ഒരു ബസ് ഇറങ്ങിയിട്ട് ഒരു വിജനമായ സ്ഥലത്തൂടെ നടന്നു വേണം സുവിശേഷ യോഗം നടക്കുന്ന സ്ഥലത്തെത്താൻ. കുറേ വർഷങ്ങൾക്ക് പുറകിൽ സുവിശേഷ വിരോധികളായ 40ഓളം വരുന്ന സംഘം താൻ നടന്നു വരുന്ന വഴിയിൽ തന്നെ അപായപ്പെടുത്തുവാൻ, സുവിശേഷ വിരോധികളായ 6ഓളം വരുന്ന സംഘം, 6 പേരടങ്ങുന്ന ഗ്രൂപ്പ് ഇദ്ദേഹത്തെ അപായപ്പെടുത്തുവാൻ ഇദ്ദേഹം വരുന്ന വഴിയുടെ 2 വശങ്ങളിൽ പതിയിരുന്നു. കയ്യിൽ ആയുധമൊക്കെ ഉണ്ട്, വടിയൊക്കെ ഉണ്ട്, അടിച്ച് കാലൊടിക്കാൻ പതിയിരിക്കുക. അദ്ദേഹം ബസ്സിറങ്ങി നടന്നു വരികയാണ്. ഈ നടന്നു വരുമ്പോൾ ഈ പതിയിരിക്കുന്നവര് കണ്ടത് അദ്ദേഹം തന്നെയല്ല നടന്നു വരുന്നത്, 50ഓളം പേര് അദ്ദേഹത്തിന്റെ ഒപ്പമുണ്ട്. 6 പേര് കൂടി എങ്ങനെയാണെന്നേ 50 പേരെ ആക്രമിക്കുന്നത്? ആക്രമിക്കുവാൻ ആയുധങ്ങളുമായി വഴിത്തലയ്ക്കൽ പതിയിരുന്നവര് അവിടെ പതുങ്ങി കടന്നു ഇവര് പോകുന്നോടം വരെ. കുറച്ചു നാൾ കഴിഞ്ഞപ്പോഴേ അക്രമി സംഘത്തിലെ ഒരുവൻ മാനസാന്തരപ്പെട്ടു, സ്നാനപ്പെട്ടു, വിശ്വാസത്തിലായി. അവനങ്ങോട്ട് പാപബോധം, കുറ്റബോധം ഉണ്ടായപ്പോൾ ഈ ദൈവദാസന്റെ അരികെ ചെന്ന് പറഞ്ഞു, കർത്താവിന്റെ ദാസനെ എന്നോട് ക്ഷമിക്കണം. ഞാൻ പറഞ്ഞു, നീ എന്തിനാ എന്നോട് ക്ഷമ ചോദിക്കുന്നത്? എന്നോട് തെറ്റൊന്നും ചെയ്തിട്ടില്ലല്ലോ. അല്ല, ഇന്ന സ്ഥലത്തെ സുവിശേഷ യോഗത്തിൽ നിങ്ങൾ പ്രസംഗിക്കാൻ വന്നപ്പോൾ നിങ്ങളെ ആക്രമിക്കുവാൻ പതിയിരുന്ന 6 അംഗ സംഘത്തിൽ പ്രധാനിയായിരുന്നു ഞാൻ. അദ്ദേഹം ചോദിച്ചു, എന്താ എന്നിട്ട് ആക്രമിക്കാഞ്ഞത്? അത് 50 പേരടങ്ങുന്ന ഒരു സംഘം വരുമ്പോ എങ്ങനെ ആക്രമിക്കുന്നത്? അദ്ദേഹം ഞെട്ടിപ്പോയി. അദ്ദേഹം പറഞ്ഞു, അന്ന് 50 പേരില്ലായിരുന്നല്ലോ, ഞാൻ ഒറ്റയ്ക്കുള്ളായിരുന്നല്ലോ. അല്ല, പാസ്റ്ററുടെ ഇടത്തും വലത്തും മുമ്പിലും പിൻപിലുമായി
50ഓളം വരുന്ന ആളുകളെ ഞങ്ങൾ എണ്ണി. അദ്ദേഹം ഞെട്ടിപ്പോയി. ദൈവം വിശ്വസ്തനാണെങ്കിൽ തന്റെ മക്കളെ സംരക്ഷിച്ച കാര്യത്തിൽ ദൈവം വിശ്വസ്തനാണെന്ന് വിശ്വസിക്കുന്ന ദൈവമക്കൾ കരങ്ങൾ ഉയർത്തി ഒരു ഹല്ലേലൂയ പറഞ്ഞാട്ടെ. നിന്റെ വശത്ത് 1000 വീണാലും നിന്റെ വലത്തുവശത്ത് 10,000 വീണാലും അത് നിന്നോട് അടുത്തു വരാത്ത വണ്ണം നിലയില്, ശത്രുവിന്റെ കൈ നിന്നെ തോൽപ്പിക്കാത്ത വിധത്തില്, ശത്രു നിനക്ക് അപകടം വരുത്താത്ത വിധത്തില്, നിന്റെ കാൽ കല്ലിൽ തട്ടി പോകാത്ത വിധത്തിൽ നിന്നെ സംരക്ഷിക്കുന്ന കാര്യത്തിൽ ദൈവം വിശ്വസ്തനാണ്. ദൈവം നമ്മെ സംരക്ഷിക്കുന്ന കാര്യത്തിൽ വിശ്വസ്തനാണ്. ദൈവത്തിന് സ്തോത്രം. എത്രയോ എക്സാമ്പിളുകൾ, ഉദാഹരണങ്ങള് അതിനോട് ബന്ധപ്പെട്ട് പറയാനുണ്ട്, അനുഭവങ്ങൾ പറയാനുണ്ട്. ഞാൻ അവിടേക്ക് കടക്കുന്നില്ല. സ്തോത്രം. ദൈവം നമുക്ക് വിശ്വസ്തരാണെങ്കിൽ സംരക്ഷിക്കുന്ന കാര്യത്തിൽ മാത്രമല്ല, പരീക്ഷാവേളകളിൽ ദൈവം ആരാണ്? നമുക്കുണ്ടാകുന്ന പരീക്ഷകളിൽ അവൻ ആരാ? വിശ്വസ്തനാണ്. കൊരിന്ത്യർക്ക് എഴുതിയ 1-ാമത്തെ ലേഖനം 10-ാം അധ്യായത്തിന്റെ 13-ാമത്തെ വചനം. 1 കൊരിന്ത്യർക്ക് എഴുതിയ ലേഖനം 10-ാം അധ്യായത്തിന്റെ 13-ാമത്തെ വചനം നമുക്കറിയാം. മനുഷ്യർക്ക് നടപ്പല്ലാത്ത പരീക്ഷ നിങ്ങൾക്ക് നേരിട്ടിട്ടില്ല. ദൈവം വിശ്വസ്തൻ. നിങ്ങൾക്ക് കഴിയുന്നതിനു മീതെ പരീക്ഷ നേരിടുവാൻ സമ്മതിക്കാതെ നിങ്ങൾക്ക് സഹിപ്പാൻ കഴിയേണ്ടതിന് പരീക്ഷയോട് കൂടെ അവൻ പോക്കുവഴിയും ഉണ്ടാക്കും. കൈകൾ ഉയർത്തി കർത്താവിനെ ഒന്ന് സ്തുതിച്ചാട്ടെ. മനുഷ്യർക്ക് നടപ്പല്ലാത്ത പരീക്ഷ നിങ്ങൾക്ക് നേരിട്ടിട്ടില്ല. ദൈവം വിശ്വസ്തൻ. ഒന്ന് പറഞ്ഞേ, ദൈവം വിശ്വസ്തൻ. നിങ്ങൾക്ക് കഴിയുന്നതിന് മീതെ പരീക്ഷ നേരിടുവാൻ സമ്മതിക്കാതെ നിങ്ങൾക്ക് സഹിപ്പാൻ കഴിയേണ്ടതിന് പരീക്ഷയോടുകൂടെ അവൻ പോക്കുവഴിയുണ്ടാകും. തന്റെ ജനത്തിലുണ്ടാകുന്ന പരീക്ഷാവേളകൾ അവൻ വിശ്വസ്തനാന്ന് പറഞ്ഞാൽ ആ വാക്കിന്റെ അർത്ഥം എന്താണെന്നറിയാമോ? പരീക്ഷയിൽ അവൻ പോക്കുവഴി ഉണ്ടാക്കുന്ന ദൈവമാണ്. സ്തോത്രം. ദൈവം പരീക്ഷിച്ച ഒരുപാട് ആളുകൾ വേദപുസ്തകത്തിലുണ്ട്, ഇല്ലേ? പഴയ നിയമത്തിൽ ദൈവം പരീക്ഷിച്ച ഒരാളാണ്. പഴയ നിയമത്തിലാണ് ഈ പരീക്ഷ. പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ ആ വാക്ക് മാറുകയാണ്. പുതിയ നിയമത്തിൽ പരീക്ഷയല്ല, പുതിയ നിയമത്തിൽ എന്താണ്? പരിശോധന. പുതിയ നിയമത്തിൽ പരീക്ഷകനായി വരുന്നത് ആരാന്നറിയാമോ? പിശാചാണ്. പഴയ നിയമത്തിൽ പരീക്ഷ നേരിട്ട ഭക്തന്മാരുണ്ട്. സ്തോത്രം. യാക്കോബ് എന്താ പറയുന്നത്? ദൈവം ദോഷങ്ങളാൽ പരീക്ഷിക്കുന്നവനല്ല. ഒരുവൻ പരീക്ഷിക്കപ്പെടുമ്പോൾ ഞാൻ ദൈവത്താൽ പരീക്ഷിക്കപ്പെടുന്നെന്ന് പറയരുത്. കാരണം ദൈവം ദോഷങ്ങളാൽ എന്ത് ചെയ്യുന്നവനല്ല, പരീക്ഷിക്കുന്നവനല്ല. പഴയ നിയമത്തിൽ പരീക്ഷ നേരിട്ടൊരു മനുഷ്യനാണ് അബ്രഹാം. അബ്രഹാമിനെ ദൈവം പരീക്ഷിച്ചത് എങ്ങനെയാ നമുക്കറിയാം. എത്രയോ 1000 തവണ നമ്മൾ കേട്ടിട്ടുണ്ട് അബ്രഹാമിനെ ദൈവം പരീക്ഷിച്ച വിധം. അബ്രഹാമിനുണ്ടായ പരീക്ഷ ഞാൻ പറയുന്നില്ല. ആ പരീക്ഷയെ അദ്ദേഹം ജയിച്ച കാര്യം ഞാനിങ്ങ് പറയാം. അബ്രഹാമിന്റെ പരീക്ഷയിൽ അബ്രഹാം ജയിച്ചു. ഓൾ പാസിൽ കയറിപ്പോയതല്ല, സെക്കൻഡ് ക്ലാസ്സിലും ഫസ്റ്റ് ക്ലാസ്സിലും ഡിസ്റ്റിങ്ഷനുമല്ല, 1-ാം റാങ്കിൽ അബ്രഹാമിന്റെ പരീക്ഷയിൽ അബ്രഹാം പാസ്സായി. 1-ാം റാങ്കിൽ. എങ്ങനെയാണ് അബ്രഹാമിനെ ദൈവം പരീക്ഷിച്ചത്? 1/4 നൂറ്റാണ്ടത്തെ കാത്തിരിപ്പിനനന്തരം തമ്പുരാൻ കൊടുത്ത കൺമണി വളർന്ന തിരിച്ചറിവായപ്പം ദൈവം അവനോട് പറയുക, അബ്രഹാമേ, ഞാൻ നിനക്ക് ദാനമായി നൽകിയ നിന്റെ ഏകജാതനായ മകൻ ഇസഹാക്കിനെ നീ എനിക്ക് എന്ത് ചെയ്യണം? യാഗം കഴിക്കണം. എന്തൊരു പരീക്ഷയായില്ലേ? സ്തോത്രം. ആരും തകർന്നു പോകുന്ന വലിയ പരീക്ഷ. പക്ഷേ ആ വാക്കിന് മറുവാക്ക് പറയാതെ അബ്രഹാം ദൈവത്തെ അനുസരിച്ചു. അയാളുടെ പരീക്ഷയിൽ അയാൾ ജയിച്ചത് എപ്പോഴാണെന്നറിയാമോ? മകനുമായി വീട് വിട്ടിറങ്ങിയപ്പോഴല്ല, വിറകെടുത്ത് കഴുതയുടെ പുറത്ത് വെച്ച് കെട്ടിയപ്പോഴല്ല, ആ വിറകെടുത്ത് മകന്റെ തോളിൽ വെച്ചപ്പോഴല്ല, യാഗപീഠം പണിതപ്പോഴല്ല, പണിത യാഗപീഠത്തിന്റെ പുറത്തോട്ട് മകനെ പിടിച്ച് കടത്തിയപ്പോഴല്ല, മകന്റെ കാൽകരങ്ങൾ വള്ളികൾ ചേർത്ത് വരിഞ്ഞു കെട്ടിയപ്പോഴല്ല. അബ്രഹാമിന്റെ പരീക്ഷയിൽ അബ്രഹാം ജയിച്ചത് എപ്പോഴാ?
ആ യാഗപീഠത്തിൽ കടത്തിയ മകനെ വെട്ടുവാൻ ഉറയിൽ നിന്ന് വാളൂരി അവന്റെ കഴുത്തിലേക്ക് ഓങ്ങിയപ്പോൾ ദൈവത്തിന്റെ ദൂതൻ അവന്റെ കൈക്ക് തട്ടി. തമ്പുരാൻ പറഞ്ഞു, ബാലന്റെ മേൽ കത്തി വെക്കരുത്. ഇന്നത്തെ വിഷയത്തോട് ചേർത്ത് വെച്ച് പറഞ്ഞാൽ, അബ്രഹാമേ, നീ നിന്റെ പരീക്ഷയിൽ ജയിച്ചു. ഒരു ഹല്ലേലൂയ പറഞ്ഞാട്ടെ. നീ നിന്റെ പരീക്ഷയിൽ ജയിച്ചു. പരീക്ഷയിൽ ജയിച്ച അബ്രഹാമിനെ മലമുകളിൽ നിന്നും എന്റെ ദൈവം വെറുതെ ഇറക്കിയില്ല. പരീക്ഷയിൽ ജയിച്ച അബ്രഹാമിന് ഒരു സമ്മാനം കൊടുത്ത ദൈവം മലമുകളിൽ നിന്ന് ഇറക്കി വിട്ടത്. ആ സമ്മാനം എന്നാന്നറിയാമോ? പരീക്ഷയിൽ ജയിച്ച അബ്രഹാമിനോട് പറഞ്ഞു, തലപൊക്കി തിരിഞ്ഞു നോക്കാൻ പറഞ്ഞു. അയാൾ തിരിഞ്ഞു നോക്കിയപ്പോ കണ്ടത് കൊമ്പുകൾ കാട്ടുവള്ളികൾക്കിടയിൽ കുരുങ്ങിക്കിടക്കുന്ന ഒരാട്ടുകൊറ്റൻ. കരങ്ങൾ ഉയർത്തി ഒരു ഹല്ലേലൂയ പറഞ്ഞാട്ടെ. ചിലരോട് ഇന്ന് രാത്രിയില് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ആ സംഭവത്തിലൂടെ ഇടപെടുകയാണ്. പരീക്ഷയിൽ ജയിച്ച അബ്രഹാം ദൈവത്തിന്റെ വാക്ക് കേട്ട് തിരിഞ്ഞു നോക്കിയപ്പോ കണ്ടത് ഒരാട്ടുകൊറ്റൻ അവിടെ കിടക്കുന്നു. എങ്ങനെ? കാട്ടുവള്ളികൾക്കിടയിൽ കൊമ്പ് കുരുങ്ങി കിടക്കുന്ന ഒരാട്ടുകൊറ്റൻ. ഈ ആട്ടുകൊറ്റന്മാരെ നിങ്ങൾ കണ്ടിട്ടുണ്ടല്ലോ, വടക്കേണ്ടിലൊക്കെ ചെല്ലുമ്പോൾ കാണാം. ചെമ്മരിയാട്ടിൻ കൂട്ടങ്ങൾക്ക് മുമ്പിൽ നടന്നു പോകുന്നതാണ് ഈ ആട്ടുകൊറ്റൻ. അവൻ അങ്ങനെ വഴി തെറ്റത്തില്ല കേട്ടോ, അങ്ങനെ വഴി തെറ്റാറില്ല. ഇനി എനിവേ ഇവൻ വഴി തെറ്റി ഈ മോറിയ മലമുകൾ കയറിയെന്നിരിക്കട്ടെ, ഇവന്റെ കാല് കാട്ടുവള്ളിയിൽ കുരുങ്ങിയിരുന്നെങ്കിൽ, ഇവന്റെ കൈ കാട്ടുവള്ളിയിൽ കുരുങ്ങിയിരുന്നെങ്കിൽ, ഇവന്റെ ഉടല് കാട്ടുവള്ളിയിൽ കുരുങ്ങിയിരുന്നെങ്കിൽ എങ്ങനെങ്കിലും കുതറി പൊട്ടിച്ച് ഇവൻ ആ കുരി കഴിച്ച് രക്ഷപ്പെടുമായിരുന്നു. പക്ഷേ ഒരിക്കലും രക്ഷപ്പെടുവാൻ കഴിയാത്ത വിധത്തിൽ അവന്റെ കൊമ്പുകൾക്കിടയിലൂടെ തമ്പുരാൻ കാട്ടുവള്ളി കുരുക്കി അവിടെ ഇട്ടു. ആമേൻ. പ്രാർത്ഥിക്കുന്ന നിനക്ക് വേണ്ടി, പരീക്ഷയിൽ ജയിക്കുന്ന നിനക്ക് വേണ്ടി ദൈവം ഒരു കരുതൽ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടെങ്കിൽ ആ കരുതലിനെ ഇല്ലാതാക്കാൻ ഒരു ശക്തിയെയും ദൈവം അനുവദിക്കത്തില്ല. നിനക്ക് വേണ്ടി ദൈവം കരുതി വെച്ചിരിക്കുന്നത് ആരും അപഹരിച്ചു കളയത്തില്ല. പ്രാർത്ഥിക്കുന്ന നിനക്ക് വേണ്ടി ദൈവം കരുതി വെച്ചത് ആരും എടുത്തുകൊണ്ടുപോകുകയില്ല. അത് നിന്റെ കരത്തിൽ തരുവാൻ ദൈവം വിശ്വസ്തനാണ്. അത് വിശ്വസിക്കുന്നവർ ആമേൻ പറഞ്ഞാട്ടെ. ആമേൻ. പരീക്ഷയിൽ ജയിച്ച അബ്രഹാമിന് അവന്റെ പരീക്ഷയിൽ ദൈവം ഒരുക്കിയ പോക്കുവഴി എന്നാന്നറിയാമോ? മകന് പകരമായി യാഗമാകേണ്ടിയതിന് ഒരാട്ടുകൊറ്റൻ. ആ പോക്കുവഴി അവന്റെ പരീക്ഷയിൽ അവൻ ജയിച്ചത് കൊണ്ട് ദൈവം അവന് കൊടുത്തൊരു സമ്മാനമാണ്. വിശ്വാസത്തിന്റെ കടുത്ത പരീക്ഷയിൽ ആ മലമുകളിൽ ജയിച്ച അബ്രഹാമിന് ദൈവം സമ്മാനമായി കൊടുത്തത് മകന് പകരം യാഗമാകേണ്ടതിന് ഒരാട്ടുകൊറ്റനെയാണെങ്കിൽ, പുതിയ നിയമത്തിൽ വിശ്വാസത്തിന്റെ പരിശോധനയിൽ ജയിക്കുന്നവർക്ക് ദൈവ സമ്മാനം കൊടുക്കും. പഴയ നിയമത്തിൽ വിശ്വാസത്തിന്റെ പരീക്ഷയിൽ ജയിച്ച അബ്രഹാമിന് ദൈവ സമ്മാനം കൊടുത്തത് മകന് പകരം യാഗമാകേണ്ടത് ആട്ടുകൊറ്റനെയാണെങ്കിൽ, യാക്കോബിന്റെ ലേഖനത്തിലേക്ക് വരുമ്പോൾ യാക്കോബ് പറയുന്നുണ്ട്, പരീക്ഷ സഹിക്കുന്ന മനുഷ്യൻ ഭാഗ്യവാൻ, അവൻ കൊള്ളാവുന്നവനായി തെളിഞ്ഞിട്ട് ദൈവം തന്നെ സ്നേഹിക്കുന്നവർക്ക് വാഗ്ദത്തം ചെയ്ത ജീവന്റെ കിരീടം അവന് കൊടുക്കും. പഴയ നിയമത്തിൽ വിശ്വാസത്തിന്റെ പരീക്ഷയിൽ ജയിച്ച അബ്രഹാമിന് പ്രതിഫലമായി കിട്ടിയത്, പോക്കുവഴിയായി കിട്ടിയത് മകന് പകരം യാഗമാകേണ്ടതിന് ഒരാട്ടുകൊറ്റനെയാണെങ്കിൽ, പുതിയ നിയമത്തിന്റെ വിശ്വാസത്തിന്റെ പരീക്ഷയിൽ ജയിക്കുന്ന ദൈവ പൈതലേ, നിനക്ക് സമ്മാനമായി ലഭിക്കുന്നത് ഒരാട്ടുകൊറ്റനെയല്ല, ആ മറുകരയിൽ ജീവന്റെ വാടാത്ത കിരീടമാണ്. കൈകൾ ഉയർത്തി ദൈവത്തെ ഒന്ന് മഹത്വപ്പെടുത്തിക്കാട്ടെ. ദൈവം നമുക്ക് വിശ്വസ്തനാണെങ്കിൽ, ഒന്ന്, നമ്മെ സംരക്ഷിക്കുന്നതിൽ അവൻ വിശ്വസ്തൻ. രണ്ട്, നമുക്കുണ്ടാകുന്ന പരീക്ഷാ വേളകളിൽ അവൻ ആരാണ്? വിശ്വസ്തൻ. മൂന്ന്, ദുഷ്ടന്റെ കയ്യിൽ അകപ്പെടാതെ നമ്മെ കാക്കുന്ന കാര്യത്തിൽ ദൈവം ആരാണ്? വിശ്വസ്തൻ. ആമേൻ. ദുഷ്ടന്റെ കയ്യിൽ അകപ്പെടാതെ നമ്മെ കാക്കുന്ന കാര്യത്തിൽ ദൈവം വിശ്വസ്തനാണ്. റഫറൻസ് ഞാൻ പറഞ്ഞല്ലോ. 600,000 വരുന്ന ഇസ്രായേൽ ജനത്തെ ദൈവം മരണദൂതനിൽ നിന്നും കാത്തു, നമുക്കറിയാം അല്ലേ? 600,000 വരുന്ന ഇസ്രായേൽ ജനത്തെ ദൈവം സംഹാരദൂതനിൽ നിന്നും സംരക്ഷിച്ചത് എങ്ങനെയാ? ഒരാടിന്റെ ചോരയുടെ ഉടമ്പടിയില. ഒരു കുഞ്ഞാട് അറുക്കപ്പെടണം, അറുക്കപ്പെട്ട കുഞ്ഞാടിന്റെ ചോര
അറുക്കപ്പെടുന്ന കുഞ്ഞാടിന്റെ യോഗ്യത ഊനമില്ലാത്തതായിരിക്കണം എന്ന് പറഞ്ഞാൽ പാപം ഉണ്ടാകരുതേ. 1 വയസ്സ് പ്രായമുള്ളതായിരിക്കണം, പൂർണ്ണതയുള്ളതാകണം. പഴയ നിയമത്തിൽ കേവലം ഒരു കുഞ്ഞാടിന്റെ ചോരയിൽ 600,000 വരുന്ന ഇസ്രയേൽ മക്കളെ മരണദൂതനിൽ നിന്നും ദൈവം സംരക്ഷിച്ചുവെങ്കില് പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ നിത്യ നിയമത്തിന്റെ രക്തത്താൽ ആടുകട വലിയ ഇടയനാകുന്ന യേശു ക്രിസ്തുവിന്റെ രക്തത്തിൽ നമുക്ക് ലഭിക്കുന്ന സുരക്ഷിതത്വം, നമുക്ക് ലഭിക്കുന്ന സംരക്ഷണം, നമുക്ക് ലഭിക്കുന്ന പ്രൊട്ടക്ഷൻ വിശദീകരണങ്ങൾക്ക് അപ്പുറമാ പ്രിയപ്പെട്ടവരെ, ഇല്ലേ? പഴയ നിയമത്തിൽ നമുക്ക് കാണാൻ കഴിയും, അറുക്കപ്പെട്ട കുഞ്ഞാടിന്റെ ചോരയിൽ പൊതിഞ്ഞിരിക്കുന്ന ഇസ്രായേൽ മക്കളെ നോക്കി ഒരു നായ പോലും നാവനക്കില്ലെന്നാണ്. രക്തത്തിന്റെ ആ ശക്തി നമുക്ക് തരുന്ന സംരക്ഷണം വിശദീകരിക്കാൻ പറ്റത്തില്ല. യേശുവിന്റെ രക്തം നമുക്ക് തരുന്ന സുരക്ഷിതത്വം, പ്രൊട്ടക്ഷൻ, അത് വിശദീകരണങ്ങൾക്ക് അപ്പുറമാണ്. സ്തോത്രം. പിശാചി പേടിക്കുന്ന ഒന്നാണ് യേശുവിന്റെ രക്തം. പ്രസംഗിക്കുന്നവന്റെ മുമ്പിലും പാടുന്നവന്റെ മുമ്പിലും പഠിപ്പുള്ളവന്റെ മുമ്പിലും ഒക്കെ പിശാചിന് നിൽക്കുക. പക്ഷേ യേശുവിന്റെ രക്തത്തിൽ ആശ്രയിക്കുന്ന ഒരു ദൈവവൈതന്റെ മുമ്പിൽ പിശാചിന് നിൽക്കാൻ പറ്റത്തില്ല. അത്ര പ്രൊട്ടക്ഷനാണ് അവിടുത്തെ രക്തം നമുക്ക് നൽകുന്നത്. കൈകൾ ഉയർത്തി ദൈവത്തെ മഹത്വപ്പെടുത്തിക്കാട്ടെ. എന്റെ സമയം തീരുന്നത് കൊണ്ട് ഒറ്റ കാര്യം കൂടെ പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കാം. തന്റെ പുത്രനും നമ്മുടെ രക്ഷിതാവുമായ യേശുക്രിസ്തുവിന്റെ കൂട്ടായ്മയിലേക്ക് നമ്മെ വിളിച്ച ദൈവം വിശ്വസ്തനാണെങ്കിൽ, അവസാനമായി പറയട്ടെ, പ്രാർത്ഥനയ്ക്ക് മറുപടി നൽകുന്ന കാര്യത്തിൽ അവൻ ആരാണ്? വിശ്വസ്തനാണ്. ഒരു വാക്യം ഒന്ന് വായിക്കണം. 143 സങ്കീർത്തനത്തിന്റെ 1 വചനം ഒന്ന് വായിച്ചാട്ടെ. 143 സങ്കീർത്തനത്തിന്റെ 1 വാക്യം. യഹോവേ, എന്റെ പ്രാർത്ഥന കേട്ട് എന്റെ യാചനകൾക്ക് ചെവി തരയണമേ. നിന്റെ വിശ്വസ്തതയാലും നീതിയാലും എനിക്ക് ഉത്തരം അരുളണമേ. മതി. കൈകൾ ഉയർത്തി കർത്താവിനെ ഒന്ന് മഹത്വപ്പെടുത്തിക്കാട്ടെ. 143 സങ്കീർത്തനക്കാരൻ പറയുകയാണ്, യഹോവേ, എന്റെ പ്രാർത്ഥന കേട്ട് എന്റെ യാചനകൾക്ക് ചെവി തരണമേ. നിന്റെ വിശ്വസ്തതയാലും നീതിയാലും എനിക്ക് ഉത്തരമരുളണമേ. ദൈവം നമുക്ക് വിശ്വസ്തനാണെങ്കിൽ പ്രാർത്ഥനയ്ക്ക് മറുപടി നൽകുന്ന കാര്യത്തിൽ ദൈവം വിശ്വസ്തനാണ്. എനിക്കറിയാം, ഒരുപാട് വിഷയത്തിന് വേണ്ടി മുഴങ്കാലം അടക്കി ദിവസങ്ങളായി പ്രാർത്ഥിക്കുന്ന പ്രിയ സഹോദരിമാര്, സഹോദരന്മാര്, മാതാപിതാക്കള്, കർത്തൃദാസന്മാർ ഇതിനകത്തുണ്ട്. നിന്റെ പ്രാർത്ഥന വിഫലമായി പോവുകയില്ല. നിന്റെ പ്രാർത്ഥന ശൂന്യമായി പോവുകയില്ല. നിന്റെ പ്രാർത്ഥന നഷ്ടമായി പോവുകയില്ല. ദൈവം വിശ്വസ്തനാണെങ്കിൽ നിന്റെ പ്രാർത്ഥനയ്ക്ക് മറുപടി നൽകുന്ന കാര്യത്തിൽ അവൻ വിശ്വസ്തനാണ്. കൈകൾ ഉയർത്തി കർത്താവിനെ മഹത്വപ്പെടുത്തിക്കാം. എത്രയോ പേരുടെ പ്രാർത്ഥനയ്ക്ക് ദൈവം മറുപടി കൊടുത്തിട്ടുണ്ട്. ഞാൻ കഴിഞ്ഞ ശനിയാഴ്ച എന്റെ ഒരു സ്നേഹിതന്റെ ചർച്ചിൽ ഒരു മീറ്റിങ്ങിൽ പോയി. ബാംഗ്ലൂരിലാണ് അദ്ദേഹം. ഇപ്പൊ ബാംഗ്ലൂരിലോട്ട് ചെന്നിട്ട് 1 മാസമായതേ ഉള്ളൂ. അതിനകത്ത് വെച്ചൊരു മീറ്റിംഗ് ആണ്. ഞാൻ അവിടെ പ്രസംഗിക്കാൻ പോയി. അപ്പൊ അതിന് 2 വർഷം മുമ്പ് അദ്ദേഹം മംഗലാപുരത്തായിരുന്നു. വിവാഹം കഴിച്ച ഒരു 16 വർഷമാണെന്ന് തോന്നുന്നു. അദ്ദേഹത്തിന് മക്കളില്ലായിരുന്നു. ഇടയ്ക്ക് കോണ്ടാക്ട് ചെയ്യും, പക്ഷെ 1 വർഷത്തോളം കോണ്ടാക്ട് ഇല്ലായിരുന്നു, 1.5 വർഷത്തോളം. അതിനുശേഷമാണ് ബാംഗ്ലൂരിലേക്ക് ചെന്നപ്പോൾ അദ്ദേഹം എന്നെ വിളിച്ചത്. വാട്സപ്പിൽ അദ്ദേഹം എനിക്ക് മെസ്സേജ് വിട്ടപ്പോഴേ അദ്ദേഹത്തിന്റെ വൈഫിന്റെ ഇടയിൽ ഒരു കുഞ്ഞ് നിൽക്കുന്നു. ഞാൻ സൂക്ഷിച്ചു നോക്കി. അതെ, ഒരു കുഞ്ഞ്. ഇടയ്ക്ക് എന്നോട് ആരോ പറഞ്ഞു, അദ്ദേഹം ഒരു കുഞ്ഞിനെ അഡോപ്റ്റ് ചെയ്യാനുള്ള സാധ്യതയൊക്കെ ഉണ്ട്, അതിനുള്ള പരിശ്രമമൊക്കെ അവർ നടത്തുന്നുണ്ട്. ഞാൻ പറഞ്ഞു, നല്ല കാര്യമാണ്. മക്കള്
ജനിക്കുന്നില്ലാത്ത പക്ഷം ഒരു കുഞ്ഞിനെ അവരെ അഡോപ്റ്റ് ചെയ്യട്ടെ. ഇവരുടെ ഇടയിൽ നിൽക്കുന്ന കുഞ്ഞിനെ കണ്ടപ്പോ ഞാൻ ഓർത്തു ഇവര് ഇതിനെ ദത്തെടുത്തായിരിക്കുമെന്ന് സത്യമായിട്ട് ഓർത്തത്. എനിക്ക് ചോദിക്കാൻ ഒരു മടി. ഞാൻ ബാംഗ്ലൂർ ചെന്നു. ആ കുഞ്ഞിനെ കണ്ട് ഞാൻ ആ കുഞ്ഞിനെ എടുത്ത് ഒരു ഉമ്മയൊക്കെ കൊടുത്തു. അവൻ എൻ്റെ കൂടെ ആയിരുന്നു. അപ്പോഴും ഞാൻ ചിന്തിച്ചത് ഈ മനുഷ്യൻ ഈ കുഞ്ഞിനെ അഡോപ്റ്റ് ചെയ്തതാണ്, ദത്തെടുത്താണ്. എനിക്ക് ചോദിക്കാനൊരു മടി. അവസാനം ഞാൻ പറഞ്ഞു, പാസ്റ്റേ എങ്കിലും ദൈവം ഒരു തലമുറയെ തന്നല്ലോ. അദ്ദേഹം പറഞ്ഞു, അതെ പാസ്റ്റേ, പ്രാർത്ഥനയുടെ ഫലമായിട്ട് ദൈവം ഞങ്ങൾക്ക് തന്നതാ. അപ്പോഴും ഞാൻ ഓർത്തു ദത്തെടുത്തതാന്ന്. അന്നേരം ആ സിസ്റ്റർ എന്നോട് പറഞ്ഞു, പാസ്റ്റേ, അന്ന് 2 വർഷം മുമ്പ് മംഗലാപുരത്ത് വന്നപ്പോഴേ 40 ദിവസം ഉപവാസത്തിൽ. ഞാൻ പറഞ്ഞു, പോവാ പാസ്റ്റേ, അന്നേരം ഞാൻ പ്രഗ്നന്റ് ആയിരുന്നു. ഞാൻ ഗർഭിണി ആയിരിക്കുമ്പോൾ 40 ദിവസം ഉപവാസമായിരുന്നു, ഞാൻ അറിഞ്ഞില്ല. 3 മാസം വരെ അവർ അറിഞ്ഞില്ല അവർ പ്രഗ്നന്റ് ആണെന്നുള്ളത്. കാരണം 10-18 വർഷമായില്ലേ. ആ പ്രതീക്ഷ അങ്ങ് പോയി. പ്രാർത്ഥിക്കുന്നുണ്ടായിരുന്നു. അവരൊരുപാടെടുത്ത് യാത്ര ചെയ്തു. ഓമയ്ക്കായും കാലിച്ചക്കൊക്കെ ഇഷ്ടം പോലെ കഴിച്ചു. അവിടുന്ന് ട്രാൻസ്ഫർ ചെയ്ത് ഇങ്ങോട്ട് വന്നു. പലയിടത്തോട്ട് പോയി. ഒരുപാട് വെയിറ്റ് ഒക്കെ അവരെടുത്തു. ഇത് അലസി പോകണ്ടായിരുന്നു, എപ്പോഴേ പോയാലും. ഈ 3 മാസം കഴിഞ്ഞ് ഭയങ്കര ക്ഷീണം അവർക്ക്. അപ്പൊ പാസ്റ്റർ പറഞ്ഞു, ഷുഗർ കൂടിയതാ, നീ പോയി ടെസ്റ്റ് ചെയ്യാൻ പറഞ്ഞു. ഷുഗർ ടെസ്റ്റ് ചെയ്യാൻ പോയപ്പോൾ ഷുഗർ നോർമലാ, ഒരു കുഴപ്പമില്ല. അവരൊരു പ്രഗ്നൻസി കിറ്റ് മേടിച്ചുകൊണ്ട് വന്നു. അത് വീട്ടിൽ വെച്ച് 4 ദിവസം വെച്ച് അങ്ങ് മറന്നുപോയി. പാസ്റ്റർ എങ്ങാണ്ട് പോയി. 4ാമത്തെ ദിവസം ഇവര് തന്നെത്താനെ ചെക്ക് ചെയ്തപ്പോൾ പോസിറ്റീവ്. സുഖപ്രസവം. എടുക്കേണ്ട ഒരു മോൻ 1.5 വയസ്സുണ്ട്. എന്റെ ഇളയ മോടെ പ്രായമുണ്ട്. ഒരു അനുഭവം പറഞ്ഞപ്പോഴാ ഈ വചനം എന്റെ മനസ്സിലേക്ക് ഓടി വന്നത്. തന്റെ മക്കളുടെ പ്രാർത്ഥനയ്ക്ക് മറുപടി കൊടുക്കുന്ന കാര്യത്തിൽ ദൈവം വിശ്വസ്തനാ. കരങ്ങൾ ഉയർത്തി ദൈവത്തെ ഒന്ന് മഹത്വപ്പെടുത്തിക്കാട്ടെ. നീറിപ്പിടഞ്ഞ് രാത്രിയാമങ്ങളിൽ ഉറക്കം മാറ്റിവെച്ച് കരയുന്ന ചില ഹൃദയങ്ങളെ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് വചനത്തിന്റെ കണ്ണിലൂടെ ഈ പ്ലാറ്റ്ഫോമിൽ ദർശിക്കുന്നുണ്ട്. തന്റെ കൂട്ടായ്മയിലേക്ക് നമ്മെ വിളിച്ച ദൈവം വിശ്വസ്തനാണെങ്കിൽ സംരക്ഷിക്കുന്ന കാര്യത്തിൽ മാത്രമല്ല, ബാലശിക്ഷകൻ നടത്തുന്ന കാര്യത്തിൽ മാത്രമല്ല, പ്രാർത്ഥനയ്ക്ക് ഉത്തരം തരുന്ന കാര്യത്തിൽ ദൈവം വിശ്വസ്തനാണ്. 2024 വിട പറയുന്നതിന് മുമ്പ് നിന്റെ പ്രാർത്ഥനാ വിഷയത്തിന് ഉത്തരം തന്ന് നിന്നെ മാനിക്കാൻ ദൈവം വിശ്വസ്തനാണെന്ന് പരിശുദ്ധാത്മാവ് ഇന്ന് രാത്രി വചനത്തിലൂടെ ഇടപെടുകയാ. എന്റെ സമയം കഴിഞ്ഞു, ഞാൻ എന്റെ വാക്കുകൾ നിർത്തട്ടെ. അതുകൊണ്ട് കർത്തൃദാസനെ, ദൈവം നമുക്ക് വിശ്വസ്തനാണ്. പാസ്റ്ററേ, ദൈവം നിങ്ങൾക്ക് വിശ്വസ്തനാണ്. മിനിയാൻറ്റി, ദൈവം നമുക്ക് വിശ്വസ്തനാണ്. എന്റെ കൂടപ്പറപ്പുകളെ, ദൈവം നമുക്ക് വിശ്വസ്തനാണ്. നമ്മുടെ തലമുറകൾക്ക് വിശ്വസ്തനാണ്. നമുക്ക് ദൈവത്തിന്റെ വിശ്വസ്തതയെ കുറിച്ച് പാടാം. ആലയത്തിന് നടുവിൽ ചെന്ന് സകല ജനവും കാണുകയെ രക്ഷയുടെ പാനപാത്രം കരത്തിലെടുക്കുക. നമുക്ക് പാടാം, ദൈവമേ, അങ്ങനെക്ക് വിശ്വസ്തനാണ്. അങ്ങന്റെ തലമുറയ്ക്ക് വിശ്വസ്തനാണ്. അങ്ങന്റെ ശുശ്രൂഷയ്ക്ക് വിശ്വസ്തനാണ്. അങ്ങന്റെ കുടുംബത്തിന് വിശ്വസ്തനാണ്. നമുക്ക് പ്രശംസിക്കുവാൻ വകയുണ്ട്. നമുക്ക് സന്തോഷിക്കാൻ വകയുണ്ട്. ദൈവം നമുക്ക് വിശ്വസ്തനാണ്. കണ്ണുകളൊരു നിമിഷം അടച്ചാട്ടെ. ഒരു വാക്യ നിങ്ങൾക്കായി പ്രാർത്ഥിക്കാൻ പോവുകയാണ്. ഭാരപ്പെടുന്നവരോട്, വേദനിക്കുന്നവരോട്, പ്രാർത്ഥിച്ച് കാത്തിരിക്കുന്നവരോട് ദൈവാത്മാവ് ഇന്ന് രാത്രി ഇടപെടുകയാ. നീ കരയണ്ട, നിന്റെ മുഖം വാടണ്ട. ദൈവം നിനക്ക് വിശ്വസ്തനാണ്. ശമനഘടകനഗജ അസ്തനാരബാലഹടകനഗജ ഉദരപ്രവാദികൾ കരഘടകനഗജ. സമയിൽ പാസ്റ്ററെ, പരിശുദ്ധാത്മാവ് ഇന്ന് രാത്രി നിന്നോട് ഇടപെടുന്നത്, എന്റെ വിശ്വസ്തത പലകയായി നിനക്ക് ഇറങ്ങി വരും. എന്റെ വിശ്വസ്തത പരിചയായി നിനക്ക് ഇറങ്ങി വരും. എന്റെ വിശ്വസ്തതയിൽ ഞാൻ ചെയ്ത ഉടമ്പടികൾ നിന്റെ ശുശ്രൂഷയിൽ, നിന്റെ കുടുംബത്തിൽ നിവർത്തിക്കുന്ന ദിവസങ്ങൾ വിദൂരമല്ലെന്ന് പരിശുദ്ധാത്മാവ് ഇടപെടുകയാണ്. നിന്റെ കണ്ണുകൾക്ക് പോലും വിശ്വസിക്കുവാൻ കഴിയാത്ത ചില വൻകാര്യങ്ങൾ നിന്റെ ശുശ്രൂഷ നാളുകളിൽ എന്റെ ആത്മാവ് നിനക്ക് വേണ്ടി ചെയ്യും. ധമാന ഹൽക്കസിയാന അതരജനകടകരകജനക. മഞ്ഞൊരുകി ഒരു നദിയിലേക്ക് ഒഴുകുന്നത് പോലെ
ദൈവത്തിന്റെ വിശ്വസ്തത വിടുതലായി നിന്റെ ശുശ്രൂഷ മേഖലകളിൽ വ്യാപരിക്കും. ഒരു വലിയ ശുശ്രൂഷയുടെ പകർച്ച ദൈവാത്മാ ദിവസങ്ങൾ കാണും. പൈശാചിക ശക്തികളുടെ മേലുള്ള പ്രത്യേക അധികാരം അഗന ഹടക ലഗതന ശംഖനാദിയ വെളിപ്പാടുകളുടെ ആഴങ്ങളിലേക്ക് ചൂഴ്ന്നിറങ്ങി ബന്ധനങ്ങളെ അഴിച്ച് ജീവിതങ്ങളെ പുറത്തു കൊണ്ടുവരുന്ന പ്രത്യേക നിയോഗങ്ങൾ ശുശ്രൂഷ ദൈവത്തിന്റെ ആത്മാവ് നിന്നിലൂടെ ചെയ്യും. പല കൗൺസിലിംഗ് സെന്ററുകളിൽ പോയവര്, ഡി അഡിഷൻ സെന്ററുകളിൽ പോയവര് പലവിധമാകുന്ന ട്രീറ്റ്മെന്റിന് വിധേയമായിട്ട് ജീവിതത്തിന്റെ കുരുക്കുകളിൽ നിന്നും ആസക്തികളിൽ നിന്നും പാപബന്ധനങ്ങളിൽ നിന്നും മോചിക്കപ്പെടുവാൻ കഴിയാതെ കുരുങ്ങിക്കിടക്കുന്ന ചിലതിനെ പുറത്തു കൊണ്ടുവരുവാൻ പരിശുദ്ധാത്മാവ് കാര്യത്തിൽ നിന്ന് ഉപയോഗിക്കുന്ന ദിവസങ്ങൾ വിദൂരമല്ലെന്ന് ദൈവാത്മാവ് ഇടപെടുകയാ. ദൈവത്തിന്റെ വിശ്വസ്തതയെ കുറിച്ച് നീ സാക്ഷ്യം പറയത്തക്ക ക്രമത്തിൽ എന്റെ കരം നിനക്ക് വേണ്ടി ഇറങ്ങുന്ന ദിവസങ്ങൾ വിദൂരമല്ലെന്ന് ആത്മാവ് ഇടപെടുകയാ. കർത്താവേ, ആമേൻ. ഈ പ്ലാറ്റ്ഫോമിൽ ആയിരിക്കുന്ന 66 കുടുംബങ്ങൾക്കായി പ്രാർത്ഥിക്കുന്നു. സകല കുടുംബത്തിനും പേർ വരുവാൻ കാരണക്കാരനായ ദൈവത്തിന്റെ മുൻപാകെ നിന്റെ മക്കൾക്ക് വേണ്ടി മുട്ടുകുത്തുന്നു. ദൈവം അവരെ അനുഗ്രഹിക്കണമേ. ആമേൻ. തന്റെ പുത്രനും ഞങ്ങളുടെ രക്ഷിതാവുമാകുന്ന യേശുക്രിസ്തുവിന്റെ കൂട്ടായ്മയിലേക്ക് ഞങ്ങളെ വിളിച്ച ദൈവം വിശ്വസ്തനാണെങ്കിൽ അങ്ങ് ഞങ്ങൾക്ക് ഏതെല്ലാം കാര്യത്തിൽ വിശ്വസ്തനാണെന്നുള്ളത് ഇന്ന് രാത്രി ഞങ്ങളോട് സംസാരിച്ചത് ഓർത്ത് സ്തോത്രം. ഈ ദൂത് നിന്റെ ജനത്തിന് അനുഗ്രഹമാകട്ടെ, കുടുംബങ്ങൾക്ക് അനുഗ്രഹമാകട്ടെ, വിശേഷിച്ച് അവിടെയുള്ള സഭയ്ക്ക് ഈ ദൂത് അനുഗ്രഹമാകട്ടെ. നിന്റെ മക്കളെ അനുഗ്രഹിക്കുന്നു യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ. നമ്മുടെ കൈകൾ ഉയർത്തി കർത്താവിനെ മഹത്വപ്പെടുത്താം. പ്രബോധനങ്ങളാൽ ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. ഈ കൂട്ടായ്മയിൽ എന്നെ ക്ഷണിച്ച് എനിക്ക് ഒരവസരം ഒരുക്കിയ പാസ്റ്ററോട് ഹൃദയംഗമായ നന്ദി അറിയിക്കുന്നു.